എൻ്റെ പൊന്നു മക്കളെ, വേറൊന്നും പറയാനില്ല. ദേ, ഇതൊക്കെയാണ് സിനിമ എന്ന് പറയുമല്ലോ, അതുപോലുള്ളൊരു മൂവിയാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്നത്. 2025 ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് പുറത്തിറങ്ങിയ ദി ലോസ്റ്റ് ബസ് എന്ന് പറഞ്ഞൊരു സർവൈവൽ ത്രില്ലർ മൂവിയാണ് നമ്മളിന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. 2018 കാലിഫോർണിയയിൽ ഒരു കാട്ടുതീ പടർന്നതായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം. അത് കാലിഫോർണിയയിലെ തന്നെ ഏറ്റവും വലിയൊരു ദുരന്തമായിട്ടാണ് മാറിയത്. അതിനെ അടിസ്ഥാനമാക്കി എടുത്തിട്ടുള്ള, അതും ആ സംഭവത്തെ ഒരു ബുക്കായിട്ട് എഴുതിയിട്ട് അത് കഴിഞ്ഞിട്ട് ആ ബുക്ക് റെഫറൻസ് ചെയ്തിട്ടാണ് ഈ മൂവി എടുത്തിട്ടുള്ളത്. സത്യം പറയാലോ, ഈ മൂവി എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് എനിക്കറിയത്തില്ല. അത്ര എക്സൈറ്റ്മെന്റ് ആയിട്ടാണ് ഞാൻ ഇരിക്കുന്നത്. കാരണം VFX, ഗ്രാഫിക്സ്, അങ്ങനെ ടെക്നിക്കൽ മേഖലയിൽ എന്തൊക്കെ പറയാൻ കഴിയോ, പ്രത്യേകിച്ച് മ്യൂസിക്, ഒരു രക്ഷയുമില്ല. മൂവി തുടങ്ങി കഴിഞ്ഞാൽ അവസാനം വരെ നമ്മൾ കണ്ടിരുന്നു പോകും. പിന്നെ എക്സ്പ്ലനേഷനിൽ എനിക്ക് അത് എത്രത്തോളം നിങ്ങൾക്ക് ഫീൽ കിട്ടുമെന്ന് എനിക്ക് അറിയത്തില്ല. എന്നിരുന്നാലും എന്നെ കൊണ്ട് കഴിയുന്ന മാക്സിമം നിങ്ങൾക്ക് അത് എക്സ്പ്ലെയിൻ ചെയ്ത് തരാനായിട്ട് ശ്രമിക്കാം. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം: ആദ്യം മുതൽ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക, അത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ അധികം താമസിക്കാതെ നമുക്ക് എന്തായാലും നേരെ സ്റ്റോറിയിലേക്ക് പോവാം. ഈ കഥയുടെ തുടക്കത്തിൽ കാണിക്കുന്ന ഈ സ്ഥലം നോർത്തേൺ കാലിഫോർണിയയിലെ പാരഡൈസ് എന്ന് പറഞ്ഞൊരു പ്രദേശമാണ്. ആ പ്രദേശത്തെ മലനിരകളും അതേപോലെ തന്നെ അതിന് മുകളിലൂടെ പോകുന്ന ഇലക്ട്രിക് ലൈനുകളാണ് ഇപ്പോൾ കാണിക്കുന്നത്. ഇത്രയും ഭീകരമായിട്ടുള്ള രീതിയിൽ ഈ സീൻ നമുക്ക് കാണിച്ചു തരാനായിട്ട് ഒരു കാരണമുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞ് കാണിക്കുന്നത് സ്കൂൾ ബസ് ഡ്രൈവറായിട്ടുള്ള കെവിനെയാണ്. ഇപ്പോൾ സമയം 4 മണി ആയതുകൊണ്ട് തന്നെ സ്കൂൾ കഴിഞ്ഞിട്ട് വരുന്ന കുട്ടികളുണ്ടല്ലോ, അവരെ എല്ലാവരെയും അവരുടെ വീടിന് മുന്നിലായിട്ട് ഇങ്ങനെ ഇറക്കി വിടുന്നു. അതുപോലെ ഇറക്കി വിടുന്ന സമയത്ത് ഈ കാര്യങ്ങളെല്ലാം റൂബി എന്ന് പറഞ്ഞിട്ട് ലേഡിയെ, ഈ പോയിന്റിൽ ഞാൻ കുട്ടികളെ ഇറക്കി വിട്ടിട്ടുണ്ട്, ഇനി ഇത്ര കുട്ടികൾ കൂടിയുണ്ട്. കാരണം അത്രയും സേഫ്റ്റിയോടെയാണ് ഇവർ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. അതേപോലെ തന്നെ ഈ ബസ് നിർത്തുമ്പോഴത്തേക്കും സ്റ്റോപ്പ് എന്ന് പറഞ്ഞൊരു പ്രത്യേക ബോർഡ് കാണിക്കും. അത് കാണിക്കുമ്പോൾ പുറകിൽ വരുന്ന എല്ലാ വണ്ടികളും അവിടെ നിർത്തി ആ കുട്ടികളെ ഇറങ്ങി കഴിഞ്ഞതിന് ശേഷം മാത്രമേ മുന്നിലേക്ക് പോകത്തുള്ളൂ. ഈ ഒരു രീതി നമ്മുടെ നാട്ടിലും കൂടി കൊണ്ടുവന്നു കഴിഞ്ഞാൽ എത്രത്തോളം നല്ലതായിരിക്കുമല്ലേ. അതേപോലെ തന്നെ ഇപ്പൊ കാണിക്കുന്ന ഈ നഗരം ഉണ്ടല്ലോ, ഈ നഗരം സമുദ്രനിരപ്പിൽ നിന്നും കുറച്ച് ഉയരമുള്ള ഭാഗമാണ്, മലനിരകളാൽ നിറഞ്ഞതും അതേപോലെ തന്നെ ഒരുപാട് കാടുകളുള്ള ഏരിയയും. അങ്ങനെ കുട്ടികളെല്ലാം ഇറക്കി വിട്ട് കെവിൻ ഈ സ്കൂൾ ബസ് കൊണ്ടുവന്നിട്ട് ഒരു സ്ഥലത്തേക്ക് നിർത്തുന്നു. ഇവിടെ കാണിക്കുമ്പോഴത്തേക്ക് ഒരുപാട് സ്കൂൾ ബസ്സുകളുണ്ട്. കാരണം ഈ സ്കൂൾ ബസ്സുകളെ കൺട്രോൾ ചെയ്യാനായിട്ട് പ്രത്യേക ഒരു ഡിപ്പാർട്ട്മെന്റ് തന്നെയുണ്ട്. അതുകൊണ്ടാണ് കെവിൻ ഓരോ കുട്ടികളായിട്ട് ഇറക്കി വിടുമ്പോഴത്തേക്കും അത് ആ സമയത്ത് തന്നെ അവർ റിപ്പോർട്ട് ചെയ്തിരുന്നല്ലോ. അതുകൊണ്ടാണ് നോക്കണം അവർ എത്ര സേഫ്റ്റിയോടെയാണ് സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളെ തന്നെ നോക്കുന്നതെന്ന്. അങ്ങനെ ഹീറോ ഇത്രയും നേരം ഈ ഒരു നിർദ്ദേശങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തിരുന്നല്ലോ ഒരു ലേഡിയോട്. അവരുടെ അടുത്തേക്ക് വരുന്നു. അവരാണ് ഹീറോയുടെ ബോസ്. അവരുടെ പേര് റൂബി എന്നാണ്. അങ്ങനെ കെവിൻ നേരെ റൂബിയുടെ അടുത്തേക്ക് ചെന്നിട്ട് ഒരു കാര്യം ചോദിക്കുന്നുണ്ട്. മേഡം, എനിക്കൊരു ഉപകാരം ചെയ്യാൻ കഴിയുമോ? എൻ്റെ അച്ഛനാണെങ്കിൽ ഈ ഇടയ്ക്കാണ് മരിച്ചുപോയത്, അമ്മയാണെങ്കിൽ വയ്യാതിരിക്കുകയാണ്, മെഡിക്കൽ ചിലവുകൾ കുറച്ച് അധികമാണ്, അതുകൊണ്ട് എനിക്ക് OT തരാൻ കഴിയുമെന്ന് ചോദിക്കുമ്പോൾ റൂബി പറയും, സോറി, ഇപ്പോൾ എന്തായാലും തരാൻ കഴിയത്തില്ല. കാരണം വേറെ ഒന്നല്ല, ഹീറോ ഇപ്പോൾ ആദ്യമായിട്ടാണ് ഇവിടെ ജോയിൻ ചെയ്തത് ഡ്രൈവറായിട്ട്. അതുമല്ല അവനെ കാട്ടി സീനിയർ ആയിട്ടുള്ള ആളുകളുണ്ട്, അവർക്ക് മാത്രമേ OT കൊടുക്കാൻ കഴിയത്തുള്ളൂ എന്നിങ്ങനെ പറയും. അത് കാരണം കെവിന് നല്ല ദേഷ്യം വന്ന് അവിടെ നിന്ന് തന്റെ കാർ എടുത്ത് തിരിച്ച് ഷിഫ്റ്റ് കഴിഞ്ഞ് വീട്ടിലേക്ക് വരികയാണ്. അങ്ങനെ വീടിന്റെ വെളിയിൽ വണ്ടി കൊണ്ട് നിർത്തുമ്പോൾ വീടിന്റെ വെളിയിലായിട്ട് ഒരു നായ കിടപ്പുണ്ട്. ആ നായക്കാണെങ്കിൽ നല്ല പ്രായമായി. എന്നിരുന്നാലും കെവിൻ അതിനെ നല്ലതുപോലെയാണ് നോക്കുന്നത്. അങ്ങനെ ആ നായയെ പൊക്കിയെടുത്ത് വീടിനകത്തേക്ക് ചെല്ലുമ്പോൾ വയസ്സായിട്ടുള്ള കെവിന്റെ അമ്മ അകത്തിരിപ്പുണ്ട്. അതേപോലെ തന്നെ റൂമിൽ അവന്റെ മകനും ഉണ്ട്. അങ്ങനെ കെവിൻ ആ ഡോഗിനെ തന്റെ സോഫയിലേക്ക് കൊണ്ട് കിടത്താണ്. കാരണം അത്രയും കെയർ ആയിട്ടാണ് അതിനെ നോക്കുന്നത്. അപ്പോഴാണ് കെവിന്റെ അമ്മ പറയുന്നത്, നിന്റെ മകൻ ഇന്ന് സ്കൂളിൽ പോയില്ല എന്ന് പറയുമ്പോൾ, എന്ത് സ്കൂളിൽ പോയില്ലേ, എന്തു പറ്റി? അവൻ എന്തോ വയ്യെന്ന്. ഓ, അവൻ പറയുന്നതെല്ലാം അമ്മ ഇപ്പോൾ വിശ്വസിക്കാൻ തുടങ്ങാണോ? അല്ല, നിന്റെ മുഖം എന്താ ഇങ്ങനെ ഇരിക്കുന്നേ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ, എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ഞാൻ ശ്രമിക്കുന്നുണ്ട് അമ്മ എന്ന് പറയുമ്പോൾ കെവിന്റെ മകനുണ്ടല്ലോ, അവൻ റൂമിൽ നിന്ന് എന്തോ ഒരു കാര്യം എടുത്ത് അവന്റെ റൂമിലേക്ക് നടന്ന് ചെല്ലുന്നതും ഇപ്പോൾ കെവിൻ നേരെ അവന്റെ മകനോട് സംസാരിക്കാണ്ട് ചെല്ലുകയാണ്. എന്നിട്ട് അവനോട്, നിന്നോടാ സംസാരിക്കുന്നത്, എന്നിട്ട് അവനോട് എന്തുകൊണ്ടാ സ്കൂളിൽ പോകാത്തതെന്ന് ചോദിക്കുമ്പോൾ അവൻ മിണ്ടാതെ റൂമിനകത്തേക്ക് കയറി പോകുന്നതും കെവിനും പുറകെ ചെന്നിട്ട്, നിന്നോടാ ചോദിക്കുന്നേ എന്തുകൊണ്ടാ സ്കൂളിൽ പോകാതെ? അപ്പോൾ ആ മകൻ തിരിച്ചു ചോദിക്കുന്നത് എന്താണെന്നറിയോ, അച്ഛൻ പഠിക്കുന്ന സമയത്ത് അച്ഛൻ കറക്റ്റായിട്ട് സ്കൂളിൽ പോയിട്ടുണ്ടോ? ഇല്ല, പോയിട്ടില്ല. ശരി തന്നെയാണ്, ആ സമയത്താണ് ഞാൻ നിന്റെ അമ്മയെ പ്രണയിക്കുന്നത്. അപ്പോൾ തന്നെ അവൾ പ്രഗ്നന്റ് ആയി. എനിക്ക് പിന്നെ സ്കൂളിൽ പോകാനായിട്ട് കഴിഞ്ഞില്ല. ഇപ്പോഴേ കുറച്ച് പണം ഉണ്ടാക്കാൻ വേണ്ടി കിടന്ന് കഷ്ടപ്പെടുന്നു. ഈ അവസ്ഥ ഒരിക്കലും നിനക്ക് വരരുത്. നീയെങ്കിലും പഠിച്ചൊരു നല്ല നിലയിലാവണം. അതുകൊണ്ടാണ് ഈ കാര്യം നിന്നോട് പറയുന്നത്. സാധാരണ നമ്മുടെ വീട്ടിലെ അച്ഛനും അമ്മയൊക്കെ നമ്മളോട് പറയുന്ന കാര്യങ്ങളാണ്. അത് തന്നെയാണ് ഹീറോ ഇപ്പോൾ ഇവിടെ പറയുന്നത്. പക്ഷെ ഇത്രയൊക്കെ പറഞ്ഞിട്ടും അവനാണെങ്കിൽ കെവിനെ അത്ര ഇഷ്ടമല്ല. കാരണം അവന്റെ അമ്മ അവനെ വിട്ടു പോകാൻ കാരണം അച്ഛനാണെന്നും അതേപോലെ തന്നെ അവൻ ജനിച്ചതിന് ശേഷം അവനോട് അത്ര സ്നേഹം അവന്റെ അച്ഛൻ കാണിക്കുന്നില്ല എന്നാണ് അവന്റെ പരാതി. അതുകൊണ്ട് തന്നെ കെവിൻ പറയുന്ന ഒരു കാര്യങ്ങളും അവൻ കേൾക്കാതെ മ്യൂസിക്കിന്റെ വോളിയം കൂട്ടി വെച്ചിട്ട് കെവിനിപ്പോ ഇത് കേട്ട് നല്ല ദേഷ്യം വരുന്നുണ്ട്. അതുപോലെ കെവിൻ അവിടെ നിന്ന് തിരിച്ച് നടന്നു വരുമ്പോ തന്നെ അവൻ പറയുന്നുണ്ട്, അച്ഛൻ നിങ്ങൾ മരിച്ചുപോയെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്നവരെ പറയുമ്പോഴത്തേക്കും എന്തുമാത്രം ദേഷ്യം അവൻ അവന്റെ അച്ഛനോടുണ്ടെന്ന് നോക്കണം. അങ്ങനെ അത് കഴിഞ്ഞ് കാണിക്കുമ്പോൾ കെവിൻ ഇപ്പോൾ അവൻ വളർത്തുന്ന ആ ഒരു നായ ഉണ്ടല്ലോ, അതിപ്പോ നല്ല പ്രായമായി. അതുകൊണ്ട് തന്നെ ഇനി അധികകാലം ഒന്നും അതിനെ ജീവിച്ചിരിക്കാൻ കഴിയത്തില്ല. അങ്ങനെ ആ നായയെ ഒരു വെറ്റിനറി ഡോക്ടറിന്റെ അടുത്തേക്ക് കൊണ്ടുവരികയാണ്. അതേ സമയമാണ് ഇവിടെ ആ ഒരു മല മുകളിൽ കാണിക്കുമ്പോഴത്തേക്കും ഇതിന് മുകളിലൂടെ വലിയ ലൈൻ കമ്പികൾ പോകുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ, അതിന്റെ ആ ഒരു ടവറിലെ
നല്ല രീതിയിൽ കാറ്റടിച്ചിട്ട് അതിന്റെ ഒരു ഭാഗം ഇളകി ആടി വന്ന് താഴേക്ക് ഇടിക്കുന്നതും അതിൽ നിന്ന് സ്പാർക്ക് ഉണ്ടായി ആ തീപ്പൊരികൾ ടവറിന് താഴേക്ക് വീഴുന്നു. വീണ സമയം തന്നെ താഴെ ഉണങ്ങിയ പുല്ലുകളുണ്ടായിരുന്നു. അതിലെല്ലാം തീ പിടിച്ചിട്ട് പതിയെ പതിയെ അത് കത്താൻ തുടങ്ങാണ്. ഇപ്പൊ കാറ്റും കൂടി അടിക്കുന്നത് കൊണ്ട് തന്നെ കത്തുന്നതിന്റെ വേഗത നല്ല രീതിയിൽ കൂടുന്നുണ്ട്. അങ്ങനെ ഈ കാര്യങ്ങളൊന്നും അറിയാതെ നമ്മുടെ കെവിൻ എന്നത്തെയും പോലെ തന്നെ അവന്റെ ജോലിക്ക് വേണ്ടി പോകുന്നു, വീട്ടിലുള്ള കുട്ടികളെല്ലാം സ്കൂളിലേക്ക് കൊണ്ടാകാൻ വേണ്ടി. അതേസമയം ഈ മലയുടെ മുകളിലൂടെ ഒരു ടാങ്കർ അങ്ങനെ പോകുന്നുണ്ട്. ഇപ്പൊ അയാൾ പോയിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഈ മലയുടെ മുകളിലായിട്ട് തീ പിടിച്ച കാര്യം ഈ ടാങ്കറിലുള്ള ആ ഡ്രൈവർ കണ്ടിട്ട് പെട്ടെന്ന് തന്നെ റെസ്ക്യൂ ടീമിനെ വിളിച്ച് ഇതുപോലെ ആ ഒരു ലൊക്കേഷൻ എല്ലാം പറഞ്ഞിട്ട് അതൊരു കോഡ് ഭാഷ പോലെയൊക്കെയാണ് പറയുന്നത്. അവിടെ തീപിടുത്തം ഉണ്ടായിട്ടുണ്ട്, അത് നിങ്ങൾ പരിശോധിക്കാൻ പറയുമ്പോൾ ആ സെക്യൂരിറ്റി ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ആ ലേഡി പെട്ടെന്ന് തന്നെ ആ ഒരു പ്രദേശത്തുള്ള ക്യാമറയെല്ലാം സാറ്റലൈറ്റ് വഴി നല്ലതുപോലെ തന്നെ നിരീക്ഷിച്ച് അവർ ആ ഒരു ലൊക്കേഷൻ ഏതാണെന്ന് കണ്ടുപിടിക്കും. അവിടെ തീ പിടിക്കുന്നതായിട്ട് കണ്ടിട്ട് ഈ ഡ്രൈവറോട് ടാങ്ക്സ് എല്ലാം പറഞ്ഞു. ഇതൊക്കെ കാണുമ്പോഴത്തേക്കാണ് നമ്മുടെ നാട്ടിലും ഈ സംവിധാനങ്ങളെല്ലാം കറക്റ്റ് ആയിട്ട് വന്നിരുന്നെങ്കിൽ, ഇല്ലാന്നല്ല ഉണ്ട്, എന്നിരുന്നാലും ഇത്ര ആക്യുറേറ്റ് ആയിട്ട് പെട്ടെന്ന് തന്നെ അത് കാര്യങ്ങൾ അവരെ കണ്ടുപിടിച്ചാണ്ടോ അതുപോലെ ചെയ്യണം. ഇനിയും ഒരുപാട് മാറ്റങ്ങൾ വന്നുകൊണ്ടേയിരിക്കണം, അതാണ് വേണ്ടത്. എന്നിട്ട് കൺട്രോൾ റൂമിൽ നിന്നും നേരെ ഫയർ ഡിപ്പാർട്ട്മെന്റിലേക്ക് വിളിച്ചിട്ട് ഇതുപോലെ ഈ സ്ഥലത്ത് തീ പിടിച്ചിട്ടുണ്ട്, നിങ്ങൾ എത്രയും പെട്ടെന്ന് അവിടേക്ക് പോകണമെന്ന് പറയുമ്പോൾ അവരും പെട്ടെന്ന് തന്നെ റെഡി ആയിട്ട് ഫയർ എഞ്ചിനും കാര്യങ്ങളെല്ലാം എടുത്ത് നേരെ അവിടേക്ക് പോവാണ്. സത്യം പറയൽ ഈ സീനെല്ലാം അവർ എടുത്തു വെച്ചേക്കുന്ന ഒരു രീതി നിങ്ങൾക്ക് ഈ സിനിമ നേരിട്ട് കാണാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് തന്നെ കാണാൻ ശ്രമിക്കുക. ഇനി അങ്ങനെ കാണാൻ കഴിയത്തില്ല എന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഈ എക്സ്പ്ലനേഷൻ കണ്ടാൽ മതി. കാരണം നിങ്ങൾ ഈ മൂവി ഫുള്ളായിട്ട് കണ്ട് തന്നെ എക്സ്പീരിയൻസ് ചെയ്യണം, അതാണ് എന്റെ ആഗ്രഹം. അങ്ങനെ ഇവിടെ നമ്മുടെ കെവിൻ ആണെങ്കിലോ ഈ കുട്ടികളെയും കൊണ്ട് നേരെ സ്കൂളിലേക്ക് പോകുന്ന സമയത്ത് തന്നെ അവൻ തന്റെ മകനോട് മെസ്സേജ് അയച്ചിങ്ങനെ ചോദിക്കുന്നുണ്ട്, ഇനി രാവിലെ ആഹാരമെല്ലാം കഴിച്ചോ എന്നെല്ലാം മെസ്സേജ് അയച്ചെല്ലാം ചോദിക്കുന്നുണ്ടെങ്കിലും ആ പയ്യൻ ഒരിക്കലും അതിന് മറുപടി ഒന്നും പറയുന്നില്ല. അവനത് കാണുന്നത് പോലുമില്ല. അങ്ങനെ നമ്മുടെ കെവിൻ കുട്ടികളെയെല്ലാം സ്കൂളിലേക്ക് ഇറക്കി വിട്ടിട്ട് തിരിച്ച് ഈ സ്കൂൾ ബസ്സെല്ലാം തിരിച്ചുകൊണ്ടിരുന്ന സ്ഥലമുണ്ടല്ലോ അവിടേക്ക് തിരിച്ചു പോകുമ്പോഴത്തേക്കാണ് അവന്റെ അമ്മ വിളിക്കുന്നത്. എന്നിട്ട് പറയും, ദേ ഇന്നലെ നിന്റെ മകൻ വയ്യെന്ന് പറഞ്ഞല്ലോ, അതൊരിക്കലും കള്ളമല്ല, അത് സത്യം തന്നെയാണ്. അവന്റെ ശരീരം നല്ല രീതിയിൽ ചൂടാവുന്നുണ്ട്, എന്തായാലും അവന് പനിയാണെന്ന് തോന്നുന്നു പറയുമ്പോഴത്തേക്കും ശരി അമ്മ, നമ്മുടെ വീട്ടിലെ ഫസ്റ്റ് എയ്ഡ് ബോക്സ് ഉണ്ടല്ലോ അതിൽ നിന്ന് എന്തെങ്കിലും ഒരു മരുന്ന് എടുത്ത് കൊടുക്ക്, ഞാൻ പെട്ടെന്ന് തന്നെ ഈ ഒരു വണ്ടി അവിടേക്ക് കൊണ്ടിട്ടിട്ട് മരുന്ന് വാങ്ങി അവിടേക്ക് വരാം എന്ന് പറയുമ്പോൾ കെവിന്റെ ബോസ് ആയിട്ടുള്ള റൂബി ഇപ്പൊ കെവിനെ വിളിക്കുകയാണ്. എന്നിട്ടാണ് കെവിനോട് പറയുന്നത്, കെവിൻ കുട്ടികളെല്ലാവരും ഇറക്കി വിട്ടോ, നീ ഇപ്പൊ തിരിച്ചു വരുവാണോ, കാരണം ഇവിടെ മെക്കാനിക്ക് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്, ആ ബസ്സിൽ ചെറിയ പണികളൊക്കെ ഉണ്ട്, അത് തീർക്കണമെന്ന് പറയുമ്പോൾ ഹീറോ പറയും, ശരി മേഡം ഞാൻ ഇപ്പൊ തന്നെ വരാം, അതുമല്ല കുറച്ച് ലേറ്റ് ആവും, കാരണം പെട്രോൾ ഫില്ല് ചെയ്താൽ മാത്രം മതി, അത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ അങ്ങോട്ട് വരാമെന്ന് പറയുമ്പോൾ റൂബി ഇപ്പോൾ ദേഷ്യപ്പെട്ടിട്ട്, അല്ല ഇതെല്ലാം വണ്ടി എടുക്കുമ്പോഴത്തേക്ക് നിനക്ക് നോക്കിക്കൂടെ, ഇപ്പോഴാണ് ഇതിനെ പറ്റിയെല്ലാം ചിന്തിക്കുന്നത് ചോദിക്കുമ്പോൾ സോറി മേഡം ഞാൻ എത്രയും പെട്ടെന്ന് അവിടേക്ക് വരാമെന്ന് പറഞ്ഞിട്ട് മാക്സിമം പെട്ടെന്ന് എത്തണമല്ലോ, അതുകൊണ്ട് തന്നെ നല്ല വേഗതയിൽ ബസ് ഓടിച്ച് ഈ പെട്രോൾ സ്റ്റേഷനിലേക്ക് വരുമ്പോഴത്തേക്കും അവിടെയാണെങ്കിൽ 1-2 വണ്ടികൾ ലൈനായിട്ട് ഇങ്ങനെ നിൽക്കുന്നു. ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞിട്ടാണ് അവന്റെ വണ്ടിയിൽ പെട്രോൾ ഫില്ല് ചെയ്ത് അത് കഴിഞ്ഞ് അങ്ങോട്ട് പോകാനായിട്ട് ആ ദേഷ്യത്തിൽ അങ്ങനെ നിൽക്കാണ്. ഇവിടെ ഈ മലമുകളിൽ കാണിക്കുമ്പോഴത്തേക്കും ഫയർ ഡിപ്പാർട്ട്മെന്റിലുള്ള 2 വണ്ടികൾ പോയിരുന്നല്ലോ, അവരിപ്പോ ആ മലമുകളിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുമല്ല ഈ മാസത്തിലെ കാലാവസ്ഥയാണെങ്കിൽ നല്ല കാറ്റുള്ള ഒരു അവസ്ഥയാണ്. അങ്ങനെ ഒരു മുകളിലേക്ക് പോകും തോറും ഈ കാറ്റടിച്ച് നല്ല പുകയെല്ലാം താഴേക്ക് വരുന്നുണ്ട്. അതേപോലെ തന്നെ കുറച്ചു ദൂരം ചെല്ലുമ്പോൾ ഇവർ ആ ഒരു സ്ഥലം എന്തായാലും മാർക്ക് ചെയ്തിട്ടുണ്ട്, കണ്ടുപിടിച്ചു. പക്ഷെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ വഴി കുറച്ച് മോശമാണ്, ഇലക്ട്രിക് ലൈനും പോകുന്നുണ്ട്, അതുകൊണ്ട് തന്നെ ഇവർക്ക് മുകളിലേക്ക് പോകാനായിട്ട് കഴിയത്തില്ല. ഇപ്പൊ മുകളിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ മാത്രമേ ഈ വെള്ളം ഒഴിച്ചിട്ട് തീ അണയ്ക്കാനായിട്ട് കഴിയത്തുള്ളൂ. അതുകൊണ്ട് തന്നെ അതിനടുത്തേക്ക് പോകാനായിട്ട് മറ്റൊരു ഷോർട്ട് കട്ട് ഇവർ യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷെ അധിക ദൂരം പോകുമ്പോൾ തന്നെ പിന്നെ അവർ സ്റ്റക്ക് ആയിപ്പോയി, കുറച്ച് മുന്നിലേക്ക് അവർക്ക് പോകാനായിട്ട് കഴിയുന്നില്ല. അതേസമയം മറ്റൊരിടത്ത് കാണിക്കുമ്പോൾ ഈ ഒരു ഫയർ ഡിപ്പാർട്ട്മെന്റിലുള്ള എല്ലാവരും അതേപോലെ തന്നെ സുരക്ഷാ സേന ഇവരെല്ലാവരും ഒരിടത്തേക്ക് വന്നിട്ട് ആ പ്രദേശത്തെ മാപ്പെല്ലാം എടുത്ത് ഇപ്പൊ ഇവർ പ്രധാനമായിട്ട് നോക്കുന്നത് ഇപ്പൊ പാരഡൈസ് എന്ന് പറഞ്ഞ സ്ഥലമുണ്ടല്ലോ ആ ഭാഗത്താണ് തീ പിടിച്ചിട്ടുള്ളത്. ഇപ്പൊ ആ പ്രദേശത്ത് താമസിക്കുന്ന ആളുകൾക്ക് അത് 27,000 ആളുകളുണ്ട്, അവർക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവോ എന്നുള്ള രീതിയിൽ ഇവർ നോക്കുന്നുണ്ട്. നോക്കുമ്പോഴത്തേക്കും പാരഡൈസ് എന്ന് പറഞ്ഞ് ആ തീ പിടിച്ചിരിക്കുന്ന സ്ഥലത്ത് നിന്നും ജനവാസമുള്ള സ്ഥലത്തേക്ക് ഏകദേശം 8 മൈൽ ദൂരമുണ്ട്. അത്രയും പെട്ടെന്ന് അവിടേക്ക് തീ പിടിക്കത്തില്ല, അത് തീ പിടിക്കാനായിട്ട് നമ്മൾ സമ്മതിക്കില്ല എന്നുള്ള കാര്യം ഇവർ പരസ്പരം പറയുന്നുണ്ട്. ഇവിടെ നമ്മുടെ ഹീറോയെ കാണിക്കുമ്പോൾ അവനിപ്പോ ആ ഒരു ബസ്സിലെ ഫുള്ളായിട്ട് പെട്രോൾ ഫില്ല് ചെയ്ത് അത് കഴിഞ്ഞിട്ട് ബസ് എടുത്ത് പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് പോവാണ്. അങ്ങനെ പോകുന്ന വഴിക്കാണ് ഈ തീ പിടിച്ചിട്ട് അതിന്റെ പുക ഇങ്ങനെ പോകുന്ന കാര്യം ഹീറോ കാണുന്നുണ്ട്. പക്ഷെ ഈ പ്രദേശത്ത് ഇതുവരെയും തീ പിടിച്ച് വന്നിട്ടില്ല, അത്രയും ദൂരെ ആയതുകൊണ്ട് തന്നെ ട്രാഫിക്കും ചെറിയ രീതിയിൽ തന്നെ ഉണ്ട്. അങ്ങനെ ഹീറോ ഇപ്പോൾ മറ്റൊരു ഷോപ്പിലേക്ക്, ഒരു മെഡിക്കൽ ഷോപ്പിനടുത്തേക്ക് കൊണ്ടുവന്ന് നിർത്തിയിട്ട് അവന്റെ അമ്മയെ വിളിച്ചു പറയാണ്, അമ്മ അവനെ കഴിയുന്നത്ര നല്ലതുപോലെ തന്നെ നോക്ക്, ഞാൻ എത്രയും പെട്ടെന്ന് മരുന്നുമായിട്ട് വരാം, ഈ ബസ് മാത്രം മെക്കാനിക്കിന്റെ അടുത്തൊന്ന് ഏൽപ്പിച്ചാൽ മാത്രം മതി എന്ന് പറഞ്ഞിട്ട് ഹീറോ പെട്ടെന്നുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അതേസമയം ഈ റെസ്ക്യൂ ടീമിന്റെ അടുത്ത് കാണിക്കുമ്പോഴത്തേക്കും അവിടെ മറ്റൊരു കാര്യം കൂടി സംഭവിച്ചിട്ടുണ്ട്. ഇപ്പോൾ തീ പിടിച്ചിരിക്കുന്ന ആ ഒരു സ്ഥലം ഉണ്ടല്ലോ അവിടെ നിന്നും ഒരു 3 മൈൽ ദൂരെയായിട്ട് മറ്റൊരു പ്രദേശത്തും ഇതുപോലെ തീപിടുത്തം സംഭവിച്ചിട്ടുണ്ട്. ഈ കാറ്റിലൂടെ ആയതുകൊണ്ട് തന്നെ ചെറിയ തരികൾ മതി, അതുപോലെ ഒരു കാട് പ്രദേശം ആയതുകൊണ്ട് തന്നെ തീ പെട്ടെന്ന് തന്നെ പടർന്നു പിടിക്കും. അത് നമ്മൾ ചിന്തിക്കുന്നതിലും വേഗത്തിലായിരിക്കും. അപ്പൊ ആ ഒരു റെസ്ക്യൂ ടീമിന്റെ മെയിൻ ലീഡർ ഉണ്ടല്ലോ അയാൾക്കത് പെട്ടെന്ന് മനസ്സിലാവുന്നില്ല, ഇത്രയും ഡിസ്റ്റൻസിൽ രണ്ടിടത്ത് എങ്ങനെ പെട്ടെന്ന് തീ പിടിക്കും, അത് 3 മൈൽ ദൂരമുണ്ട്, അതെങ്ങനെയാണെന്ന് അയാൾക്ക് മനസ്സിലാവുന്നില്ല.
അതുമല്ല ഇപ്പൊ രണ്ടാമത് തീ പിടിച്ച ആ ഒരു സ്ഥലം ഉണ്ടല്ലോ, അവിടെ എന്തോരം തീ പിടിച്ചിട്ടുണ്ട്. ആ ഒരു പ്രദേശത്ത് എത്ര പേര് താമസിക്കുന്നുണ്ട്. അങ്ങനെ അവിടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ രക്ഷപ്പെടുത്തി കൊണ്ടുവരാനായിട്ട് അവിടേക്ക് ഒരു റെസ്ക്യൂ വണ്ടി ഇങ്ങനെ പറഞ്ഞു വിടും. ഇപ്പൊ അവിടേക്ക് പോകുന്ന ആ ഒരുത്തൻ ഇവരെ വിളിച്ച് പറയുന്നുണ്ട്, സാർ ഞാൻ പോകുന്ന വഴിയെ ഒന്നും എനിക്ക് കാണാൻ കഴിയുന്നില്ല, നല്ല പുകയായിട്ടുണ്ട്, അതേപോലെ തന്നെ തീ എന്ന് പറഞ്ഞിട്ട് അവൻ പോകുമ്പോഴത്തേക്കും നമുക്ക് കാണിച്ചു തരുമ്പോൾ ആ ഒരു പ്രദേശത്തും നല്ലതുപോലെ തന്നെ തീ പിടിച്ചിട്ടുണ്ട്. അവിടെയാണ് ഒരു ടെസ്റ്റ്. സത്യം പറഞ്ഞാൽ ഇവർ വിചാരിച്ചിരുന്നത് ഈ സ്ഥലത്ത് നിന്ന് ഒരിക്കലും തീ പിടിച്ചിട്ടില്ല, ഇനി ഒരുപാട് സമയമെടുക്കും എന്നുള്ള രീതിയിലാണ്. പക്ഷേ ഇപ്പൊ ഈ സ്ഥലത്തും തീ പിടിച്ചിട്ടുണ്ട്. അതാണ് ഇവർക്ക് ഏറ്റവും വലിയ ഷോക്കിംഗ് ആയിട്ടുള്ള കാര്യം. അങ്ങനെ അവൻ പോകുമ്പോ തന്നെ റോഡിൽ രക്ഷപ്പെടാൻ വേണ്ടി ഒരുപാട് ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നുണ്ട്. അതേപോലെ തന്നെ ചിലരുടെ ശരീരത്ത് തീ പിടിച്ചിട്ട് അയാളെ സഹായിക്കാൻ വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഈ കാര്യങ്ങളെല്ലാം അവൻ ഇയാളോട് ഇൻഫോം ചെയ്യാണ്. അവിടെയാണ് ഇവർക്കൊരു കാര്യം മനസ്സിലാവുന്നത്. സത്യത്തിലെ ഇവര് വിചാരിച്ചതുപോലെ ഇത് രണ്ടിടത്ത് തീ പിടിച്ചതല്ല. ഇവിടെ കത്തിപ്പിടിച്ച ആ ഒരു തീയാണല്ലോ, അത് എത്രയും വേഗത്തിൽ അത്രയും കിലോമീറ്റർ ദൂരം പടർന്നു പിടിച്ച് പോയിരിക്കുകയാണ്. ഇപ്പോ സഹായത്തിനായിട്ട് ഒരുത്തനെ അവിടേക്ക് പറഞ്ഞു വിട്ടല്ലോ. അവനിപ്പോ അവിടേക്ക് ചെല്ലുമ്പോഴത്തേക്കും അവിടെയുള്ള വീടുകളും മൊത്തം തീ പിടിച്ചിട്ട് അവിടെയുള്ള എല്ലാവരും രക്ഷപ്പെടാൻ വേണ്ടി അവരുടെ വണ്ടികളിൽ കയറി ഇങ്ങനെ പോവാണ്. ഇവനും പെട്ടെന്ന് കാറിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങി ഓടി ചെന്നിട്ട് ഓരോരുത്തരെ സഹായിക്കുന്നുണ്ട്. ഇപ്പോ വാഹനം ഇല്ലാത്തവരെയെല്ലാം അവൻ തന്നെ അവന്റെ വണ്ടിയിലേക്ക് ഇങ്ങനെ കൊണ്ടാകുന്നു. സത്യം പറയാലോ, ഈ തീ പിടിക്കുമ്പോഴത്തേക്കും നമുക്ക് ഓടി രക്ഷപ്പെടാനോ അങ്ങനെയൊന്നും കഴിയത്തില്ല. കാരണം പുക കയറിയിട്ട് നമുക്ക് നല്ല രീതിയിൽ ശ്വസിക്കാൻ പോലും കഴിയത്തില്ല. ആ അവസ്ഥയായിരിക്കും. ഇതിൽ ശ്വാസം മുട്ടുള്ളവരുണ്ടാവും, കുട്ടികളുണ്ടാവും, വയസ്സായിട്ടുള്ളവരുണ്ടാവും. അവരുടെയൊക്കെ അവസ്ഥ അതേപോലെ തന്നെ നല്ല ചൂട്, അതേപോലെ തന്നെ റോഡ് നല്ലതുപോലെ കാണാതെ വണ്ടികൾ പരസ്പരം കൊണ്ട് ഇടിക്കുന്നു. ഈ കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ട്. അപ്പോ ഇവിടേക്ക് വന്ന ആ ഒരുത്തൻ അവനെ കൊണ്ട് കഴിയുന്ന രീതിയിൽ എല്ലാവരെയും രക്ഷപ്പെടുത്തി അവൻ വണ്ടിയെടുത്ത് മുന്നിലേക്ക് പോകുമ്പോഴത്തേക്ക് അവന്റെ പിറകെ തന്നെ 1-2 കാറുകൾ ഫോളോ ചെയ്ത് പോകുന്നുണ്ട്. ഇവിടെ ഹീറോയെ കാണിക്കുമ്പോൾ റൂബി എന്ന് പറഞ്ഞിട്ട് അവന്റെ ബോസ് ഉണ്ടല്ലോ, പിന്നെ ഹീറോയെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ബസ് ഇതുവരെ അവിടെ കൊണ്ടുവന്നിട്ടില്ല. അല്ല, ഇത്ര നേരം നിന്നെ വിളിക്കുന്നു, നീ എന്താ വരാത്തതെന്ന് ചോദിക്കുമ്പോൾ മേഡം വേറെ ഒന്നല്ല, കുറച്ച് ഫാമിലി ഇഷ്യൂ, എന്റെ മകന് വയ്യ, എനിക്ക് അവന്റെ അടുത്തേക്ക് പോകണമെന്ന് പറയുമ്പോൾ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, നീ ബസ് നേരെ ഇവിടേക്ക് കൊണ്ടുവന്നിട്ട് മെക്കാനിക്കായിട്ട് പണിയെല്ലാം തീർത്തിട്ട് വീട്ടിലേക്ക് പോയാൽ മതി. അതുകൊണ്ട് ബസ് ആദ്യം ഇവിടേക്ക് കൊണ്ടുവരാൻ പറയുമ്പോൾ ഹീറോയ്ക്ക് വേറെ വഴിയില്ല. അതുകൊണ്ട് തന്നെ അവൻ പറയും, ശരി മേഡം, ഞാൻ എത്രയും പെട്ടെന്ന് ബസ് കൊണ്ടുവരാമെന്ന് പറഞ്ഞ് ഇപ്പൊ പോകുന്ന വഴിക്കാൻ ഒരു ഫാർമസിയിലേക്ക് കയറിയിട്ട് അവിടെ നിന്ന് അവന്റെ മകൻ ആവശ്യമായിട്ടുള്ള മരുന്നെല്ലാം ചോദിച്ചു വാങ്ങി പെട്ടെന്ന് തന്നെ വണ്ടിയിലേക്ക് വരുമ്പോഴത്തേക്കും അവന്റെ ഭാര്യ വിളിക്കുന്നു. എന്നിട്ട് അവന്റെ മകനെ പറ്റി ചോദിക്കുമ്പോഴത്തേക്കും അവൻ ഇന്നലെ ഇതുപോലെ സ്കൂളിൽ പോയില്ല, എന്നോട് വയ്യാന്നാ പറഞ്ഞത്, ഞാൻ വിചാരിച്ച കള്ളമാണെന്ന്, പക്ഷെ ഇപ്പൊ അവന് ശരിക്കും വയ്യ, അതുകൊണ്ട് ഇപ്പൊ ഞാൻ അവന്റെ അടുത്തേക്കാണ് പോകുന്നതെന്ന് പറയുമ്പോഴത്തേക്കും ഇത് ഇത്ര സിമ്പിൾ ആയിട്ട് പറയുന്നു, നീയല്ലേ അവന് നോക്കാന്നെല്ലാം പറഞ്ഞത്, ഇതാണോ നീ നമ്മുടെ മകനെ നല്ലതുപോലെ നോക്കുമെന്ന് പറഞ്ഞത്? ഏയ് മനസ്സിലാക്കി, ഞാനിപ്പോ ജോലിയിലാണ്, വണ്ടി എന്തായാലും ഡിപ്പോയിൽ ഇട്ടിട്ട് ഞാൻ അവന്റെ അടുത്തേക്ക് പോകുമെന്ന് പറയുമ്പോൾ ഓ അപ്പൊ ഞാൻ മാത്രം വെറുതെ കാണോ, ഞാനും ജോലിയിലാണുള്ളത്, അതുമല്ല ഇന്ന് രാത്രി ഞാൻ അവനോടൊപ്പം മറ്റൊരു സ്ഥലത്തേക്ക് പോവാണ്. എന്താന്ന് വെച്ചാൽ അവന്റെ ഭാര്യ ഇപ്പോൾ സ്നേഹിക്കുന്ന മറ്റൊരുത്തനുണ്ട്, അവനായിട്ട് വേറെ ഏതോ സ്ഥലത്തേക്ക് പോവാന്ന് പറയുമ്പോൾ അത് കേട്ട് ഹീറോയ്ക്ക് നല്ല ഷോക്കായി പോയി. ആ സമയത്താണ് നമ്മുടെ ഹീറോ ഒരു കാര്യം നോട്ടീസ് ചെയ്യുന്നത്. ഇപ്പൊ ഇവൻ നിൽക്കുന്ന ആ സ്ഥലത്ത് നിന്ന് കുറച്ച് അടുത്തായിട്ട് തന്നെ ഈ പുക നല്ലതുപോലെ മുകളിലേക്ക് പോകുന്ന കാര്യം. അതുകൊണ്ട് തന്നെ തന്റെ ഭാര്യയോട് ഞാൻ പിന്നീട് വിളിക്കാന്ന് പറഞ്ഞ് പെട്ടെന്ന് ഫോൺ കട്ട് ചെയ്തിട്ട് ഇപ്പൊ അവന്റെ ബോസിനെ വിളിച്ച് ഈ തീ പിടിച്ച ആ ഒരു കാര്യം പറയുമ്പോഴത്തേക്കും അതൊക്കെ ഞങ്ങൾ അറിഞ്ഞു, അവിടേക്ക് ഫയർ ഡിപ്പാർട്ട്മെന്റ് പോയിട്ട് തീയെല്ലാം അണച്ചിട്ടുണ്ട്, നീ ഇപ്പൊ ഓരോ കാരണങ്ങൾ പറഞ്ഞ് ലേറ്റ് ആവാതെ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ബസ്സുമായിട്ട് ഡിപ്പോയിലേക്ക് വാ, ഇല്ലാന്നുണ്ടെങ്കിൽ നിന്റെ ജോലി പോവും, നീ വേറെ ഏതെങ്കിലും സ്ഥലത്ത് ജോലി ചെയ്യേണ്ടി വരും എന്ന് പറയുമ്പോൾ ഹീറോ ഓക്കെ ശരി മേഡം, ഞാൻ പെട്ടെന്ന് തന്നെ വരാന്ന് പറഞ്ഞ് പെട്ടെന്ന് തന്നെ ആ ഒരു ഡിപ്പോയിലേക്ക് പോവാണ്. അതേസമയം ഫയർ ഡിപ്പാർട്ട്മെന്റിലുള്ളവര് സാധാരണ വണ്ടിയിൽ കൊണ്ടുപോയിട്ട് വെള്ളം അടിച്ച് എന്തായാലും അണയ്ക്കാൻ കഴിയത്തില്ല, അതുകൊണ്ട് തന്നെ ചെറിയ ചെറിയ വിമാനങ്ങളുണ്ടല്ലോ അതിൽ കൊണ്ടുവന്നിട്ട് ഈ തീ അണയ്ക്കാനുള്ള കാര്യങ്ങൾ അവർ ചെയ്യുന്നുണ്ട്. ഇവിടെ കുറച്ച് ആളുകളെ രക്ഷിക്കാൻ വേണ്ടി വേറൊരുത്ത പോയിരുന്നല്ലോ, അവനിപ്പോ കഴിയുന്ന ആളുകളെല്ലാം രക്ഷിച്ച് അവിടെ നിന്ന് പുറത്തേക്ക് വരാൻ ശ്രമിക്കുകയാണ്. പക്ഷേ എല്ലാ സ്ഥലവും തീ പിടിച്ചത് കൊണ്ട് തന്നെ ആരെ കൊണ്ട് കഴിയുന്നില്ല. ഈ കാര്യം ഈ ഒരു ഡിപ്പാർട്ട്മെന്റിലുള്ള എല്ലാവരോടും അവൻ വിളിച്ച് പറയുന്നുണ്ട്, ഞങ്ങൾക്ക് റെസ്ക്യൂവിന് വേണ്ടിയിട്ട് ആളുകൾ ഇവിടേക്ക് അയക്കണമെന്നും പറയുന്നുണ്ട്. അപ്പൊ ഇവർക്ക് പെട്ടെന്ന് വരാൻ കഴിയത്തില്ല, കാരണം നല്ല തീ ആയതുകൊണ്ട് തന്നെ എന്തെങ്കിലും അപകടം സംഭവിക്കും. അതുകൊണ്ട് ആ ഡിപ്പാർട്ട്മെന്റിലുള്ള അയാൾ പറയും, ശരി നീ ഇപ്പോൾ ഒരു കാര്യം ചെയ്യ്, നീ പോകുന്ന വഴിക്ക് തന്നെ ഒരു വലിയ പുഴയുണ്ട്, അവിടെ വണ്ടി നിർത്തിയിട്ട് എല്ലാ ആളുകളെയും ആ ഒരു പുഴയിലേക്ക് ഇറക്കി നിർത്ത്, ആ സമയത്തിനുള്ളിൽ ഞാൻ അവിടേക്ക് റെസ്ക്യൂവിന് വേണ്ടിയിട്ടുള്ള ആളുകളെ അയക്കാം, അതുകൊണ്ട് എല്ലാവരും സേഫായിട്ട് അവിടെ തന്നെ നിർത്താൻ പറയുമ്പോൾ അയാൾ പറഞ്ഞതുപോലെ തന്നെ അവൻ പെട്ടെന്ന് വണ്ടി അവിടെ നിർത്തിയിട്ട് തന്റെ കൂടെ വരുന്ന ബാക്കിയുള്ളവരുണ്ടല്ലോ അവരെല്ലാവരെയും അവിടേക്ക് വിളിച്ച് എല്ലാവരും ബാന്ന് പറഞ്ഞു ഓടി ആ വെള്ളത്തിലേക്ക് ഇറങ്ങി നിൽക്കാണ്. കാരണം ഇതല്ലാതെ ഇപ്പൊ ഇവർക്ക് സേഫായിട്ട് നിൽക്കാനായിട്ട് മറ്റൊരു സ്ഥലമില്ല. അങ്ങനെ എല്ലാവരും പാതി വെള്ളത്തിലേക്ക് ഇറങ്ങി അങ്ങനെ നിൽക്കുമ്പോഴത്തേക്കും നല്ല കാറ്റുണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ, ഈ കാറ്റ് അതിവേഗതയിൽ തന്നെ വന്ന് ഒരു തീ തരംഗം ഉണ്ടല്ലോ അതുപോലെ അങ്ങനെ വീശി അടിക്കുന്നതും ഇത് കണ്ട് എല്ലാവരും വെള്ളത്തിനടിയിലേക്ക് അങ്ങ് കുനിയാൻ പറയും. എല്ലാവരും വെള്ളത്തിനടിയിലേക്ക് മുങ്ങി നിൽക്കുന്നതും ഇതങ്ങനെ അവരുടെ മുകളിലൂടെ പാസ് ചെയ്ത് പോവാണ്. അപ്പൊ ഇവിടെയുള്ള ഒരാള് ഹേയ് നീ കേൾക്കുന്നുണ്ടോ എന്നെല്ലാം ഇങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും അവിടെ നിന്ന് ഒരു മറുപടിയില്ല. അവർക്ക് എന്ത് സംഭവിച്ചെന്ന് അറിയത്തില്ല. കുറച്ച് കഴിയുമ്പോൾ തന്നെ അവർ പെട്ടെന്ന് മുകളിലേക്ക് വന്നിട്ട് സാർ ഞങ്ങളെ കൊണ്ട് ഒക്കൊന്നും കഴിയുന്നില്ല, നിങ്ങൾ എത്രയും പെട്ടെന്ന് നാളെ ഇവിടേക്ക് വിട്ടേ പറ്റൂ, കാരണം ഇപ്പൊ തന്നെ വലിയൊരു തരംഗമാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്, അധിക നേരം നമുക്ക് ആർക്കും ഇവിടെ പിടിച്ചു നിൽക്കാൻ കഴിയത്തില്ല എന്ന് അവനും വിളിച്ചു പറയുന്നു. അതുമല്ല അവൻ മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട്, ഇപ്പൊ ആ ഒരു കാട്ടുതീ പടർന്നു പോകുന്ന എങ്ങോട്ടെന്നറിയോ, പാരഡൈസ് എന്ന് പറഞ്ഞിട്ട് 27,000 ജനങ്ങൾ താമസിക്കുന്ന ആ സ്ഥലത്തേക്കാണ് എന്നുള്ള കാര്യം പറയുന്നതും ഇത് കേട്ട് അവർക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അതേസമയം ഇവിടെ നമ്മുടെ ഹീറോ ആണെങ്കിലോ ഡിപ്പോയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും അവന്റെ മകനെ വിളിക്കാൻ കഴിയാത്തത് കൊണ്ട് തന്നെ അവന് നല്ല വിഷമമുണ്ട്. വിളിച്ചാലും എടുക്കുന്നില്ല, മെസ്സേജ് അയച്ചാലും നോക്കുന്നില്ല.
അതുകൊണ്ട് തന്നെ അവനൊരു വോയിസ് മെസ്സേജ് അയക്കുന്നുണ്ട്. മോൻ ഇന്നലെ രാത്രി സംഭവിച്ചത് എന്നോട് നീ ക്ഷമിക്കണം. ഞാൻ അറിയാതെ പറഞ്ഞു പോയതാണ്. അതുമല്ല നിനക്ക് വയ്യാത്തത് കൊണ്ട് തന്നെ ഞാൻ മരുന്ന് വാങ്ങിയിട്ടാണ് അങ്ങോട്ട് വരുന്നത്. അതുവരെ നിന്നെ എന്തായാലും മുത്തശ്ശി നോക്കിക്കോളും. പിന്നെ നമ്മുടെ പ്രദേശത്ത് തീപിടുത്തം സംഭവിച്ചിട്ടുണ്ട്. ഇതുവരെയും വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്നാണ് തോന്നുന്നത്. അതുകൊണ്ട് നിങ്ങൾ രണ്ടുപേരും കുറച്ച് സേഫ് ആയിട്ടിരിക്കണം എന്നുള്ള രീതിയിൽ ആ ഒരു മെസ്സേജ് അയക്കുന്നുണ്ട്. അതേസമയം ഈ ഫയർ ഡിപ്പാർട്ട്മെന്റിലുള്ള ആ ഒരാൾക്ക് ഇപ്പോൾ ഈ പ്രദേശത്ത് തീ പിടിക്കാൻ പോകുന്നുള്ള കാര്യം അറിഞ്ഞല്ലോ. അതുകൊണ്ട് തന്നെ പാരഡൈസ് എന്ന് പറഞ്ഞ ആ ഒരു പ്രദേശത്തെ 4000 പേരുള്ള ഒരു സ്ഥലമുണ്ട്. അവിടെയുള്ള റെസ്ക്യൂ ടീമിനെ വിളിച്ചിട്ട് ഇതുപോലെ അവർ എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് മാറ്റണം എന്നുള്ള കാര്യം ഇപ്പോൾ വിളിച്ചു പറയും. അങ്ങനെ ഈ മെസ്സേജ് അവർക്ക് അയച്ചു കൊടുത്തിട്ട് ഇപ്പൊ അയാൾ ഒരു ഹെലികോപ്റ്ററിൽ കയറി എത്രത്തോളം സ്ഥലത്ത് തീ പിടിച്ചിട്ടുണ്ടെന്ന് അറിയാൻ വേണ്ടി അങ്ങനെ പോവാണ്. അതേസമയം ഇയാൾ പറഞ്ഞ ആ ഒരു പ്രദേശം ഉണ്ടല്ലോ അവിടെ കാണിക്കുമ്പോഴത്തേക്കും ഈ തീ നല്ലതുപോലെ തന്നെ പിടിച്ചതുകൊണ്ട് അവിടുത്തെ ഇന്റർനെറ്റ് മറ്റു കാര്യങ്ങളൊന്നും വർക്ക് ചെയ്യുന്നില്ല. അതുപോലെ തന്നെ എല്ലാ ജനങ്ങളെയും ഈ കാര്യം അറിയിക്കാൻ വേണ്ടി അവരെ കൊണ്ട് പെട്ടെന്ന് കഴിയത്തില്ല. ഇപ്പൊ അയാൾ ഹെലികോപ്റ്ററിൽ പോയി നോക്കുമ്പോഴത്തേക്കും എന്തുമാത്രം സ്ഥലം തീ പിടിച്ചോണ്ടെന്ന് നോക്കണം. അതുമല്ല ഈ തീ അണയ്ക്കാനുള്ള ആളുകൾ അത്രയും അവരുടെ കയ്യിലില്ല. ഇനിയും 10-60 ആളുകൾ അവർക്ക് വേണം. ഇപ്പൊ അത്രയും ആളുകളെ കൊണ്ടുവന്ന് ഈ ഒരു തീ പതിയെ പതിയെ മാത്രമേ അണയ്ക്കാൻ കഴിയത്തുള്ളൂ. അതിനും ഏകദേശം 2 മണിക്കൂറോളം സമയം എടുക്കും. ചിലപ്പോൾ അതിലും കൂടുതൽ എടുക്കാം. അതേസമയം ഇവിടെയുള്ള എലമെന്ററി സ്കൂളുണ്ടല്ലോ ആ സ്കൂളിൽ കാണിക്കുമ്പോഴത്തേക്കും അവിടെയുള്ള കുട്ടികൾക്ക് ഇവിടെ വെളിയിൽ എന്താണ് നടക്കുന്നതെന്ന് അറിയത്തില്ല. ഈ പുക മാത്രം അവർ കാണുന്നുണ്ട്. ഇത് കണ്ട എല്ലാവരും ജനാലയുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ മേരി എന്ന് പറഞ്ഞ ടീച്ചറുണ്ട്. ഇപ്പൊ ആ ടീച്ചറാണ് ഇവരുടെ അടുത്തേക്ക് വന്നിട്ട് ഹേയ് ആരും അങ്ങോട്ട് നിന്ന് നോക്കണ്ട, വലിയ കുഴപ്പമൊന്നുമില്ല, എല്ലാവരും ഇവിടെ തന്നെ ഇരിക്കി എന്നെല്ലാം പറഞ്ഞ് അവർ സമാധാനപ്പെടുത്തും. കാരണം അവർക്കൊരു കാര്യം അറിയാതെ ഇങ്ങനെ ഇരിക്കുകയല്ലേ, ചെറിയ കുട്ടികളാണല്ലോ. അപ്പോഴേക്കാണ് ഈ സ്കൂളിലെ പ്രിൻസിപ്പൾ ഇവരോട് വന്നിട്ട് പറയുന്നത് ഇതുപോലെ നമ്മുടെ പ്രദേശം മുഴുവനായിട്ട് തീ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ആദ്യം തന്നെ കുട്ടികളെ ഇവിടെ നിന്ന് മാറ്റണം. ഇപ്പൊ എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിൽ കുട്ടികളുടെ പേരൻസിനോട് ഞാൻ കാര്യങ്ങൾ പറയുന്നുണ്ട്. അവരെല്ലാവരും അവരുടെ കുട്ടികളെ ഒന്ന് വിളിച്ചുകൊണ്ട് പോകുന്നുണ്ട്. ബാക്കിയുള്ള കുട്ടികളെ നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് കൊണ്ടുപോയേ മതിയാവൂ. അതുകൊണ്ട് നിങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിയിലും കുട്ടികളുടെ പേരൻസിനോട് കാര്യം വിളിച്ച് പറയുമ്പോൾ മേരി പറയും ഇല്ല, ഇപ്പോ മറ്റു സ്ഥലങ്ങളിൽ ജോലിക്ക് പോയിരിക്കുന്ന കുട്ടികളുടെ പേരൻസ് അവരത്രയും ദൂരത്ത് നിന്ന് എങ്ങനെ ഇവിടേക്ക് വരും? അതൊരിക്കലും കഴിയുന്ന കാര്യമല്ല. അതുവരെ നമ്മൾ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുമ്പോൾ ഓക്കെ അവരെല്ലാവരെയും നമുക്ക് വേറെ ഏതെങ്കിലും ബസ് അറേഞ്ച് ചെയ്ത് കൊണ്ടുപോവാം. ബാക്കിയുള്ള കുട്ടികളുടെ അച്ഛനും അമ്മമാരെ നീ എന്തായാലും വിളിച്ച് പറയും എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ മേരി എല്ലാ കുട്ടികളുടെ അടുത്തേക്ക് ചെന്നിട്ട് ഓക്കെ നിങ്ങളുടെ അച്ഛനും അമ്മയുടെയും നമ്പർ ആർക്കൊക്കെ അറിയാം അവരെല്ലാവരും ഈ പേപ്പറിലേക്ക് എഴുതിയേ എന്നെല്ലാം പറഞ്ഞിട്ട് അവരുടെ കയ്യിൽ നിന്ന് നമ്പർ വാങ്ങിക്കുകയാണ്. ഇവിടെ നമ്മുടെ ഹീറോ ഡിപ്പോയിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഒരു വശത്ത് ആ ഒരു ബോസ് വിളിച്ചുകൊണ്ടിരിക്കുന്നു. മറുവശത്ത് അവന്റെ ഭാര്യ ഉണ്ടല്ലോ ഇപ്പോൾ ഡിവോഴ്സായ അവള് വിളിച്ചിട്ട് വെറുതെ ഹീറോയോട് വഴക്കുണ്ടാക്കുകയാണ്. എന്റെ ജീവിതമേ നീ നശിപ്പിച്ചു, നമ്മുടെ മകന്റെ ജീവിതം നീ നശിപ്പിക്കാൻ പോവാണോ എന്നെല്ലാം പറഞ്ഞിട്ട്. അതുപോലെ അത്രയും കാര്യം പറഞ്ഞിട്ട് അവസാനം ഹീറോയോട് ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. ഇനി എന്തായാലും അവനെ നിനക്ക് നോക്കാൻ കഴിയത്തില്ല എന്ന് എനിക്കറിയാം, അതുകൊണ്ട് അവനെ ഞാൻ എന്നോടൊപ്പം കൊണ്ടുപോകണമെന്ന് പറഞ്ഞ് ഫോൺ അങ്ങ് കട്ട് ചെയ്യുന്നതും ഹീറോയ്ക്ക് ഇപ്പോൾ ഒന്നും മിണ്ടാൻ കഴിയുന്നില്ല. ആ സമയത്ത് ഹീറോ പെട്ടെന്ന് അവന്റെ മകനെ വിളിച്ചിട്ട് മോനെ ഞാൻ പെട്ടെന്ന് തന്നെ വരാം, ഞാൻ ഡിപ്പോയിൽ വണ്ടി കൊണ്ടിട്ടിട്ട് നിനക്കുള്ള മരുന്ന് വാങ്ങിയിട്ടുണ്ട്, എത്രയും പെട്ടെന്ന് അവിടേക്ക് വരാമെന്ന് പറഞ്ഞ് കുറച്ചു ദൂരം പോയിട്ട് ഹീറോയ്ക്ക് എന്ത് തോന്നുന്നറിയത്തില്ല. ഇനിയിപ്പോ തന്റെ ജോലി പോയാലും ശരി അവന്റെ മകനാണ് ഏറ്റവും വലുത് എന്നും പറഞ്ഞിട്ട് അവൻ തീരുമാനം ഇപ്പോൾ മാറ്റി പെട്ടെന്ന് ഈ ഡിപ്പോയിലേക്ക് പോവാതെ തിരിച്ച് അവന്റെ വീട്ടിലേക്ക് പോകാനായിട്ടുള്ള വഴി ഇങ്ങനെ പോവാണ്. അതേസമയം ഈ സ്കൂളിൽ കാണിക്കുമ്പോൾ ഒരുപാട് കുട്ടികളുടെയും പേരൻസ് വന്നിട്ട് അവരെല്ലാവരെയും കൊണ്ടുപോയിട്ടുണ്ട്. ഇനി ഒരു 23 കുട്ടികളുണ്ട്. അവരുടെ മാതാപിതാക്കൾ മാത്രം ഇവിടെ വന്നിട്ടില്ല. അതുകൊണ്ട് കാറിലും അധികമായിട്ട് കുട്ടികളെ കൊണ്ടുപോകാനായിട്ട് കഴിയത്തില്ല. ഇപ്പോൾ വേറെ എന്താ ചെയ്യണ്ടേ? ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെന്റ് ഉണ്ടല്ലോ ഈ സ്കൂൾ ബസ്സുകളുടെ അവിടേക്ക് വിളിച്ച് നമ്മൾ കാര്യം പറഞ്ഞേ മതിയാവെന്ന് പറയുമ്പോൾ അങ്ങനെ ഈ കാര്യം പെട്ടെന്ന് തന്നെ ഹീറോയുടെ ബോസ് ആയിട്ടുള്ള റൂബി ഉണ്ടല്ലോ അവരെ വിളിച്ച് ഇങ്ങനെ പറയുമ്പോഴത്തേക്ക് അവർ പറയും ശരി മാഡം, എത്രയും പെട്ടെന്ന് ഒരു ബസ് ഞങ്ങൾ അവിടേക്ക് അയക്കാം, കുട്ടികളെല്ലാവരെയും സേഫായിട്ട് നിർത്ത് എന്നും പറഞ്ഞ് അവരിപ്പോൾ അവരുടെ ടീമിലുള്ള ബാക്കിയുള്ള എല്ലാ ഡ്രൈവർമാരുണ്ടല്ലോ എല്ലാവരോടും ഇങ്ങനെ വിളിച്ച് പറയാണ് ഇതുപോലെ ഒരു എലമെന്ററി സ്കൂളിലേക്ക് ഒരു ബസ് പോകണം, ആരുടെ ബസ്സാണ് ഇപ്പോൾ കാലിയായിട്ടുള്ളത്, ആരൊക്കെ അവരുടെ ജോലി പൂർത്തിയാക്കി എല്ലാ കാര്യങ്ങളും ഇപ്പോൾ തന്നെ പറയണമെന്ന് പറയുമ്പോൾ ബാക്കിയുള്ള എല്ലാ വണ്ടികളും പല സ്ഥലങ്ങളിലായിട്ട് ഇങ്ങനെ പോയേക്കാണ്. ഇപ്പൊ ആരും റെസ്പോൺസ് ചെയ്യുന്നില്ല. ഇവിടെ ഹീറോയുടെ വണ്ടി മാത്രമാണ് കാലിയായിട്ടുള്ളത്. അതുപോലെ കുട്ടികളെ ഈ ഒരു ആപത്തിൽ നിന്നും എത്രയും പെട്ടെന്ന് രക്ഷപ്പെടുത്തിയേ മതിയാവൂ. തീ പിടിക്കുന്നതിന് മുന്നേ അവരെല്ലാവരെയും സേഫ് ആയിട്ടുള്ള സ്ഥലത്തേക്ക് കൊണ്ടുപോകണം. ഇവിടെ അടുത്തായിട്ട് ആരുണ്ടെന്ന് ചോദിക്കുമ്പോഴത്തേക്കും അപ്പോൾ ഹീറോ പറയും മേഡം ഞാനുണ്ട്, ഞാനിപ്പോ ആ സ്ഥലത്താണ് നിൽക്കുന്നതെന്ന് പറയുന്നതും ഇത്രയും നേരം ഹീറോ ഇവിടേക്ക് വരാത്തത് കൊണ്ട് ദേഷ്യപ്പെട്ട റൂബി അവർക്ക് ഇപ്പോഴാണ് ഇതൊരു സമാധാനമായത്. കാരണം കുറച്ച് അടുത്തുള്ളത് ഹീറോ മാത്രമാണല്ലോ. ശരി കെവിൻ, നീ ഇപ്പോൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ആ ഒരു കുട്ടികളെ സേഫായിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടാക്ക്, മെക്കാനിക്കിനെ പിന്നെ കാണാം, ആദ്യം നീ ഈ കാര്യം ചെയ്യാൻ പറയുന്നതും ഹീറോ ആദ്യം തീരുമാനിച്ചത് എന്താണ്, ജോലി പോയാലും കുഴപ്പമില്ല തന്റെ മകന്റെ അടുത്തേക്ക് പോകണമെന്നാണല്ലോ. പക്ഷെ ഇപ്പോ 23 കുട്ടികളുടെ ജീവൻ ഹീറോയുടെ കയ്യിലിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവരുടെ ജീവൻ സംരക്ഷിക്കാന്ന് പറഞ്ഞ് ഹീറോ വണ്ടി തിരിച്ച് നേരെ ആ ഒരു എലമെന്ററി സ്കൂളിലേക്ക് പോവാണ്. അങ്ങനെ പോകുന്ന സമയത്ത് തന്നെ തീ എന്തോരം വേഗതയിൽ പടർന്നു പിടിക്കുന്നു നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. അത് കഴിഞ്ഞ് ഹീറോ നേരെ ആ ഒരു സ്കൂളിന് മുന്നിലേക്ക് ചെന്ന് നല്ലതുപോലെ ഹോൺ അടിക്കുന്നതും ആരും ഇറങ്ങി വരുന്നില്ല. അങ്ങനെ ഹീറോ പെട്ടെന്ന് വണ്ടിയിൽ നിന്നും വെളിയിലേക്ക് ഇറങ്ങിയിട്ട് നേരെ ആ ഒരു സ്കൂളിനകത്തേക്ക് കയറി ചെല്ലുമ്പോൾ നമ്മുടെ മേരിയാണല്ലോ എല്ലാ കുട്ടികളെ ഇങ്ങനെ നോക്കുന്നത്. അപ്പോൾ പറയും ദേ ഇതുപോലെ കുട്ടികളെ കൊണ്ടുപോകാനായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്, എല്ലാവരെയും സേഫായിട്ട് വെളിയിലേക്ക് ഇറക്കാൻ പറയുന്നത്. മേരി പറയും ഓക്കെ ശരി വരാമെന്ന് പറഞ്ഞ്
കുട്ടികളെല്ലാവരെയും പതിയെ വെളിയിലേക്ക് കൊണ്ടുപോവാണ്. ഇപ്പൊ ആദ്യമേ തീരുമാനിക്കുന്നത് എന്താണെന്നറിയോ? കുട്ടികളെല്ലാവരെയും ബസ്സിലേക്ക് കയറ്റിയിട്ട് അത് കഴിഞ്ഞ് ഓരോ കുട്ടികളുടെയും വീട്ടിൽ അവരെ ഇറക്കി വിടുക. അത് മാത്രമേ ഇപ്പൊ അവർക്ക് ചെയ്യാനുള്ളൂ. ഇപ്പൊ ഈ റൂട്ട് പോകുന്ന ആ ഒരു മാപ്പും കാര്യങ്ങളെല്ലാം മേരിയുടെ കയ്യിലുണ്ട്. കാരണം ഹീറോ ഈ റൂട്ട് ഓടത്തില്ല. അങ്ങനെ എല്ലാവരെയും ബസ്സിനകത്തേക്ക് കയറ്റിയിട്ട് ഇവർ പോകാനായിട്ട് വരുമ്പോഴത്തേക്കും അലക്സ് എന്ന് പറഞ്ഞൊരു ചെറിയ പയ്യന്റെ അമ്മ ഓടി വന്നിട്ട് എന്റെ മകനകത്തുണ്ടോ, അവനെ പുറത്ത് വിടാൻ പറഞ്ഞ് അലക്സ് എന്ന് പറഞ്ഞ ആ ഒരു പയ്യനെ മാത്രം ഇപ്പോൾ പുറത്തേക്ക് കൊണ്ടുപോകുന്നു. അതുപോലെ ഇപ്പോൾ മേരി പുറത്തേക്ക് പോകുമ്പോഴത്തേക്കും ഹീറോ പെട്ടെന്ന് അവളെ വിളിച്ചിട്ട് ഹലോ മേഡം, നിങ്ങളും കൂടി എൻ്റെ കൂടൊപ്പം വരണം. കാരണം എല്ലാ കുട്ടികളെ ഈ അവസരത്തിൽ എനിക്ക് കറക്റ്റായിട്ട് സ്ഥലത്ത് കൊണ്ട് നിർത്തി അവരെ ഇറക്കി വിടാനായിട്ട് കഴിയത്തില്ല. അതുകൊണ്ട് നിങ്ങൾ എൻ്റെ സഹായത്തിനൊപ്പം വരണമെന്ന് പറയുമ്പോൾ മേരി പറയും ശരി ഞാനും വരാമെന്ന് പറഞ്ഞ് മേരിയും ഇപ്പോൾ ആ ബസ്സിൽ കയറിയിട്ട് ഇവരവിടെ നിന്ന് പോവാണ്. അതേസമയം ഇവിടെ റൂബി ആണെങ്കിലോ ബാക്കിയുള്ള എല്ലാ ഡ്രൈവർമാരോടും നിങ്ങളെല്ലാവരും ഈ സ്ഥലം വിട്ടിട്ട് വെളിയിലേക്ക് പോയെന്ന് ചോദിക്കുമ്പോൾ അവരെല്ലാവരും തിരിച്ച് പ്രതികരിക്കുന്നുണ്ട്. കാരണം അവരെല്ലാവരും സേഫായിട്ട് മറ്റൊരു സ്ഥലത്തെത്തി, ഒരാളൊഴിച്ച് നമ്മുടെ ഹീറോ മാത്രം. അങ്ങനെ ഹീറോയെ കോൺടാക്ട് ചെയ്ത് നോക്കുമ്പോഴത്തേക്കും ഹീറോ റെസ്പോൺസ് ചെയ്യുന്നില്ല. കാരണം ഈ കുട്ടികളെ പിക്കപ്പ് ചെയ്തു എന്നുള്ള കാര്യം മാത്രമേ ഹീറോ പറഞ്ഞിട്ടുള്ളൂ. ഇപ്പോൾ ഹീറോയുടെ ഫോണിൽ വിളിച്ചിട്ടും അതേപോലെ തന്നെ ആ റേഡിയോയിൽ വിളിച്ചിട്ടും അവനെ കോൺടാക്ട് ചെയ്യാനായിട്ട് മാത്രം കഴിയുന്നില്ല. അതുപോലെ ഇപ്പൊ ഇവര് കുട്ടികളെ കൊണ്ടുപോകുന്ന ആ ഒരു വഴിയുണ്ടല്ലോ, അതിൽ മുഴുവനായിട്ട് ട്രാഫിക്കാണ്. ഒരു വണ്ടി പോലും ചെറിയ രീതിയിലൊന്നും പോലും അനങ്ങുന്നില്ല. ഒരുപാട് നേരം അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. വെയിറ്റ് ചെയ്ത് അവസാനം ഹീറോ പെട്ടെന്ന് വണ്ടി മറ്റൊരു വശത്തേക്ക് തിരിക്കുമ്പോൾ മാരി വന്നിട്ട് ചോദിക്കും നിങ്ങൾ എന്താ ചെയ്യുന്നത്? നമുക്ക് പെൻസിൽ എന്ന് പറഞ്ഞിട്ട് ഈ സ്ഥലത്തേക്കാണ് പോകേണ്ടത്. ഇപ്പൊ ഇവിടേക്ക് നീ വണ്ടി തിരിച്ചു കഴിഞ്ഞാല് അപ്പോൾ നമ്മുടെ ഹീറോ പറയും മേഡം അത് എനിക്കും അറിയാം, പക്ഷെ നിങ്ങൾ ഇതേ അവിടേക്ക് നോക്ക്, തീ എത്ര വേഗതയിലാണ് ഇവിടേക്ക് വന്നുകൊണ്ടിരിക്കുന്നതെന്ന് അറിയോ? അതിനു മുന്നേ നമ്മൾ മറ്റൊരു വശത്തേക്ക് പോയേ മതിയാവും. അധികം നേരം ഇവിടെ നിൽക്കാനായിട്ട് നമ്മളെ കൊണ്ട് കഴിയത്തില്ല. അതുപോലെ ഈ സ്ഥലത്തെ പറ്റി എനിക്ക് നല്ലതുപോലെ തന്നെ അറിയാം, അതുകൊണ്ട് കറക്റ്റായിട്ട് നിങ്ങളെ ആ സ്ഥലത്തേക്ക് ഞാൻ കൊണ്ടാക്കാന്ന് എന്ന് പറഞ്ഞിട്ട് ഹീറോ വണ്ടി ഓടിച്ചിങ്ങനെ പോവാണ്. പക്ഷേ അകത്തിരിക്കുന്ന കുട്ടികളാണെങ്കിലോ ഇത്രയും നേരം വലിയ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. പക്ഷേ ഈ കാട്ടിൽ പിടിക്കുന്ന തീ ഉണ്ടല്ലോ, അത് കണ്ട് എല്ലാവരും നല്ലതുപോലെ പേടിക്കാൻ തുടങ്ങും. അപ്പോൾ നമ്മുടെ മേരിയാണ് എല്ലാവരും സമാധാനപ്പെടുത്തുന്നത്. അതൊന്നും കുഴപ്പമൊന്നുമില്ല, അത് ചെറിയൊരു തീയാണ്, എത്രയും പെടുന്ന ആളുകൾ വന്നത് അണയ്ക്കും, നിങ്ങൾ എല്ലാവരും സേഫായിട്ടിരിക്കും, അച്ഛനമ്മമാരുടെ അടുത്തേക്ക് എത്രയും പെടുന്ന നിങ്ങളെ കൊണ്ടാക്കും എന്നെല്ലാം പറഞ്ഞ് കുട്ടികളെല്ലാവരെയും സമാധാനപ്പെടുത്തുന്നുണ്ട്. കാരണം 1-2 കുട്ടികളല്ല, 10-22 കുട്ടികളുണ്ട്. ഇവരെ എല്ലാവരെയും ഒരുപോലെ തന്നെ സമാധാനപ്പെടുത്തിയിരുത്തണം. അത് വലിയൊരു ടാസ്ക് ആണ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇവർ മറ്റൊരു വഴിയെ വരുമ്പോഴത്തേക്കാണ് നമ്മുടെ ഹീറോ ഇപ്പോൾ മാരിയെ പറ്റി ചോദിക്കുന്നത്. അപ്പോൾ അവൾ പറയും എനിക്ക് കല്യാണം കഴിഞ്ഞിട്ട് 15 വയസ്സുള്ളൊരു മകനുണ്ട്, ഞാൻ ഈ സ്ഥലത്ത് തന്നെയാണ് ജനിച്ചു വളർന്നത് എന്ന് പറയുമ്പോൾ ഹീറോ ചോദിക്കും അല്ല നിങ്ങളുടെ മകനെ ഇപ്പോൾ സേഫാണോ എന്ന് ചോദിക്കുമ്പോൾ സേഫാണെന്നാണ് വിശ്വസിക്കുന്നത്, അല്ലാന്നുണ്ടെങ്കിൽ എൻ്റെ സഹോദരി വന്ന് അവനെ കൂട്ടിക്കൊണ്ട് പോകും. അതുപോലെ എൻ്റെ അച്ഛനാണെങ്കിൽ ഈ സിറ്റിക്ക് വെളിയിലുണ്ട്, അതുകൊണ്ട് സേഫായിട്ട് ഞാനും അവിടെ ചെന്നിട്ട് അവരെല്ലാവരെയും കാണുമെന്ന് പറയുന്നതും ഇവിടെ ആ ഒരു റൂബി എന്ന് പറഞ്ഞ അവരുണ്ടല്ലോ അവരുടെ അടുത്ത് കാണിക്കുമ്പോൾ അവരുടെ സ്ഥലത്തേക്ക് നല്ലതുപോലെ കാട്ടുതീ ഇങ്ങനെ പടർന്നു വരുന്നുണ്ട്. അതുകൊണ്ട് അധിക നേരം അവർക്ക് അവിടെ നിൽക്കാൻ കഴിയത്തില്ല. എന്നിരുന്നാലും അവരെ കൊണ്ട് കഴിയുന്ന രീതിയിൽ നമ്മുടെ ഹീറോയെ കോൺടാക്ട് ചെയ്യാനായിട്ട് അവർ ശ്രമിക്കുകയാണ്. ഇപ്പോൾ വെളിയിൽ അവരുടെ കൂടെ വർക്ക് ചെയ്യുന്ന ലേഡി ആണെങ്കിലോ കാർ എടുത്തിട്ട് അവരെ വിളിച്ചുകൊണ്ടിരിക്കുന്നു, മേഡം പെട്ടെന്ന് പോവാം, നമുക്ക് ഇവിടുന്ന് പോവാന്ന് പറയുമ്പോൾ റൂബി എന്ന് പറഞ്ഞ ഒരു ലേഡി നമ്മുടെ ഹീറോയോട് ഒരു വോയിസ് മെസ്സേജ് പോലെ ഇങ്ങനെ അയക്കാണ്. കെവിൻ, നീ ഈ മെസ്സേജ് കേട്ട് കഴിഞ്ഞാൽ ഞാൻ പറയുന്നത് പോലെ നീ ചെയ്യണം. കുട്ടികളെ അവരുടെ വീട്ടിലോ മറ്റു സ്ഥലങ്ങളിലോ ഒരിക്കലും ഇറക്കി വിടരുത്. ചിക്കോ എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട്, അവിടേക്ക് എല്ലാവരെയും കൊണ്ടുപോകും, അവിടെയാണ് സേഫ് ആയിട്ടുള്ളത്. നിനക്കത് കഴിയുന്നുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും ചിക്കോയിൽ കണ്ടുമുട്ടും എന്നും പറഞ്ഞിട്ടാണ് അവരവിടെ നിന്ന് പോകുന്നത്. കാരണം അവർക്കും അതിൻ്റെതായിട്ടുള്ള ആ ഒരു ടെൻഷൻ ഉണ്ട്. അതേസമയം ഈ ഒരു ഫയർ ഡിപ്പാർട്ട്മെന്റിൽ കാണിക്കുമ്പോൾ ഈ ഒരു ഇലക്ട്രിക് ലൈൻ ഉണ്ടല്ലോ അതിനെ കൺട്രോൾ ചെയ്യുന്ന ആ ഒരുത്തം വന്നിട്ട് ഇവരോട് സംസാരിക്കുമ്പോഴത്തേക്കാണ് ഈ കാട്ടുതീ പടർന്നു പിടിക്കാനായിട്ടുള്ള കാരണം ഇലക്ട്രിക് ലൈനാണെന്ന് അവർക്ക് മനസ്സിലായി. അതുമല്ല ഇപ്പോഴും അവൻ പവർ സപ്ലൈ ഓഫ് ചെയ്തിട്ടില്ല, ഓട്ടോമാറ്റിക്കായിട്ട് അത് ഓഫ് ആവും, അല്ലാന്നുണ്ടെങ്കിൽ മാനുവലായിട്ട് ഓഫ് ചെയ്യണം, അതിന് ആളെ വിട്ടിട്ടുണ്ടെന്നാണ് പറയുന്നത്. കാരണം അവന്മാർക്ക് അത് ഓഫ് ചെയ്യാനായിട്ട് കഴിയുന്നില്ല, കാരണം അത്രയും നഷ്ടം വരുമല്ലോ. അങ്ങനെ നിൽക്കുമ്പോഴത്തേക്കും ഈ ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ ചീഫായിട്ടുള്ള അയാൾ ദേഷ്യപ്പെട്ട് അത്രയും പേരുടെ ജീവൻ അവിടെ അപകടത്തിലാണ്, അപ്പോൾ നിങ്ങൾ കളിച്ചുകൊണ്ട് നിൽക്കുകയാണെന്നെല്ലാം പറഞ്ഞിട്ട് ഇവനോട് അത് ഓഫ് ചെയ്യാനായിട്ടും പറയുന്നുണ്ട്. ഇപ്പോൾ ഹീറോ നിൽക്കുന്ന ആ ഒരു സ്ഥലം ഉണ്ടല്ലോ അതിന് ചുറ്റുമുള്ള പ്രദേശത്തും പലയിടങ്ങളിലായിട്ട് തീ പിടിക്കുന്നുണ്ട്. അതുപോലെ നല്ലതുപോലെ വീടുകൾ വരെ തീ പിടിക്കുന്നു. കാരണം ഈ സ്ഥലങ്ങളിലെല്ലാം ഇവരെ കൂടുതലും വീടുകൾ ഉണ്ടാക്കുന്നത് തടിയെല്ലാം ഉപയോഗിച്ചിട്ടാണ്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് വീടുകളെല്ലാം കത്തിപ്പിടിക്കും. അതുപോലെ ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ ഒരു സീനിൽ ഇതൊരിക്കലും ഇരുട്ടായതല്ല, ആ തീ പിടിച്ചിട്ട് ആ കറുത്ത പുകയും ഇതെല്ലാം കാരണം ഇരുട്ടായിപ്പോയതാണ്. സത്യത്തിൽ ഇത് പകലായിട്ടുള്ളൊരു സമയമാണ്. അതേസമയം ഇവിടെ ഹീറോയെ കാണിക്കുമ്പോൾ അവനിപ്പോൾ അടുത്തൊരു ട്രാഫിക്കിൽ പെട്ടുപോയി. അങ്ങനെ കുറേ നേരം അവിടെ വെയിറ്റ് ചെയ്തിട്ട് മുന്നിലുള്ള കാറുകാരനോട് ചോദിക്കുന്നുണ്ട് അല്ല എത്ര നേരം ഈ ട്രാഫിക് ഇവിടെ ഉണ്ട്, എപ്പോൾ നിങ്ങൾ അനങ്ങുമെന്ന് ചോദിക്കുമ്പോൾ കഴിഞ്ഞ 1 മണിക്കൂറായിട്ട് ഞങ്ങൾ എല്ലാവരും ഇവിടെ തന്നെയാണ്, ഞങ്ങൾക്ക് പോലും ഇവിടെ നിന്ന് മാറാൻ കഴിയത്തില്ല എന്ന് പറയുന്നതും അപ്പോഴാണ് നമ്മുടെ ഹീറോയ്ക്ക് പെട്ടെന്നൊരു ഐഡിയ വരുന്നത്. എന്നിട്ട് മേരിയെ വിളിച്ച് ഡ്രൈവർ സീറ്റിലേക്ക് ഇരുത്തിയിട്ട് ഞാൻ പറയുമ്പോഴത്തേക്കും പതിയെ ബസ് മുന്നിലേക്ക് കൊണ്ടുപോവാ എന്ന് പറയുമ്പോൾ മേരി പറയും ഇല്ലല്ല എനിക്ക് ഓടിക്കാൻ അറിയത്തില്ല എന്ന് പറയുമ്പോൾ ഇല്ലല്ല പതിയെ കൊണ്ടുവന്നാൽ മതി, ഇതല്ലാതെ നമുക്കിപ്പോൾ വേറെ വഴിയില്ല എന്ന് പറഞ്ഞിട്ട് ഹീറോ പെട്ടെന്ന് ബസ്സിൽ നിന്ന് ചാടി ഇറങ്ങി ആ ഒരു ട്രാഫിക് പോലീസ് ഉണ്ടല്ലോ അയാളുടെ അടുത്തേക്ക് ചെന്ന് ഇതുപോലെ ബസ്സിൽ 20 കുട്ടികളുണ്ട്, അവരെല്ലാവരും എനിക്ക് കൊണ്ടുപോകണം, ഈ ഒരു ട്രാഫിക്ക് എനിക്ക് കുറച്ച് വഴി മാത്രം കണ്ടുപിടിച്ച് തന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് അയാളോട് പറയുമ്പോഴത്തേക്ക് അയാൾ പറയും ഇപ്പോഴെന്തായാലും നടക്കത്തില്ല എന്ന് പറയുന്നുണ്ടെങ്കിലും
ഹീറോ അതൊന്നും കേൾക്കത്തില്ല. പെട്ടെന്ന് തന്നെ വണ്ടിയെല്ലാം ഓരോന്നായിട്ട് അവനിപ്പോ ആ ഒരു ട്രാഫിക് കൺട്രോൾ ചെയ്ത് വണ്ടികളെ ഇങ്ങനെ മാറ്റി മാറ്റി കൊണ്ടുവന്നിട്ട് മേരിയോട് പറയും ശരി പതിയെ പതിയെ മുന്നിലേക്ക് കൊണ്ടുവരാൻ പറഞ്ഞ ആ ഒരു ഗ്യാപ്പിലൂടെ അവളും ബസ് പതിയെ പതിയെ മുന്നിലേക്ക് കൊണ്ടുവരുന്നു. അങ്ങനെ ക്ലിയർ ചെയ്ത് കുറച്ച് മുന്നിലേക്ക് വരുന്നത് ഹീറോ പെട്ടെന്ന് ബസ്സിലേക്ക് ചാടിക്കയറി. മേരിയോട് പറയും ഏയ് കുഴപ്പമില്ലല്ലോ, നിങ്ങൾ നല്ലതുപോലെ തന്നെ വണ്ടി ഓടിക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ മേരി പറയും നിങ്ങളും കുഴപ്പമില്ല, നിങ്ങൾ ട്രാഫിക് പോലീസിലും എല്ലാം വർക്ക് ചെയ്യേണ്ടതായിരുന്നു, കാരണം നിങ്ങൾ നല്ലതുപോലെ തന്നെ അത് ട്രാഫിക് ക്ലിയർ ചെയ്തു എന്നെല്ലാം പറഞ്ഞിട്ട് ഇപ്പൊ അത് കഴിഞ്ഞിട്ട് ഇവർ വീണ്ടും കുറെ ദൂരെ ഇങ്ങനെ പോവാണ്. കുറെ മുന്നിലേക്ക് ചെല്ലുമ്പോഴത്തേക്കാണ് ഈ കുട്ടികളുടെ വീടെത്താറായി. പക്ഷെ അവിടെയാണ് ഒരു കാര്യം, അവരുടെ എല്ലാവരുടെയും വീട് നിന്നിങ്ങനെ കത്തുകയാണ്. ഇത് കണ്ട കുട്ടികളെല്ലാവരും നല്ലപോലെ പേടിക്കാൻ തുടങ്ങും. കാരണം അവരുടെ അച്ഛനും അമ്മയും വീട്ടിലില്ല, അവരെവിടെ പോയെന്ന് അറിയത്തില്ല. അതുകൊണ്ട് കുട്ടികൾ അതെല്ലാം നോക്കി നല്ലതുപോലെ കരയാൻ തുടങ്ങുകയാണ്. അപ്പോൾ ഒരു വീട് ഇങ്ങനെ കത്തി നിൽക്കുമ്പോഴത്തേക്കും നമ്മുടെ ഹീറോയിനും പെട്ടെന്ന് വീട്ടിലേക്ക് ഇറങ്ങിയിട്ട് അവിടെ ആരെങ്കിലും ഉണ്ടോ എന്ന് ഇങ്ങനെ നോക്കുന്നുണ്ട്. അപ്പോൾ ഇവർ ചോദിക്കുന്നുണ്ട് ഈ ഗവൺമെന്റ് എന്താ ചെയ്തത്, ഇവിടെയുള്ളവർക്ക് ആർക്കും ആ ഒരു അലർട്ട് മെസ്സേജ് കൊടുത്തില്ലെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ നേരത്തെ തന്നെ കണ്ടിരുന്നല്ലോ, സിഗ്നലൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ എല്ലാവർക്കും ഈ ഒരു 4000 പേർക്ക് കറക്റ്റ് ആയിട്ടുള്ളൊരു അലർട്ട് മെസ്സേജ് കൊടുക്കാനായിട്ട് അവരെ കൊണ്ട് കഴിഞ്ഞില്ല. ഇപ്പൊ എന്തായാലും ഇവർ നോക്കുമ്പോഴത്തേക്കും വീടിനകത്ത് ആരും ഇല്ലാത്തതുപോലെയാണ് അവർ കാണുന്നത്. ഈ കുട്ടികളുടെ അച്ഛനും അമ്മയ്ക്കും എന്ത് സംഭവിച്ചെന്ന് പോലും അറിയാത്തൊരവസ്ഥ. സത്യം പറയാലോ ഈ ഒരു സീൻ തന്നെ നിങ്ങൾ കാണുമ്പോഴത്തേക്കും മനസ്സിലാവും. ഈ സീനൊക്കെ ഞാൻ എത്രത്തോളം പറഞ്ഞാലേ നിങ്ങൾക്ക് ആ ഒരു എഫക്റ്റ് കിട്ടുമെന്ന് എനിക്ക് അറിയത്തില്ല. നിങ്ങൾ ഈ മൂവി കണ്ടു നോക്കണം, അപ്പോഴേ നിങ്ങൾക്ക് അത് മനസ്സിലാവത്തുള്ളൂ. എന്തായാലും നിങ്ങൾക്ക് അവസരം കിട്ടുവാണെങ്കിൽ ഈ മൂവി ഒന്ന് ഡൗൺലോഡ് ചെയ്ത് കാണാൻ ശ്രമിക്കുക. അങ്ങനെ ഹീറോയും മാരിയും ബസ്സിനകത്തേക്ക് തന്നെ തിരിച്ചു കയറിയിട്ട് കുട്ടികളോട് പറയുന്നുണ്ട് നിങ്ങൾ ആരും പേടിക്കേണ്ട ആവശ്യമില്ല, നിങ്ങളുടെ മാതാപിതാക്കൾക്ക് ഒരു കുഴപ്പവും സംഭവിക്കത്തില്ല, അവരുടെ അടുത്തേക്ക് നിങ്ങൾ സേഫ് ആയിട്ട് ഞങ്ങൾ എത്തിക്കും എന്ന് പറഞ്ഞ് അവരെ സമാധാനപ്പെടുത്തും. അങ്ങനെ ഇവർ ബസ് കൊണ്ട് പോകുമ്പോഴത്തേക്കാണ് അതിൽ ജോഷ് എന്ന് പറഞ്ഞൊരു പയ്യൻ നമ്മുടെ മേരിയോട് ചോദിക്കുന്നത് അല്ല ടീച്ചർ, ഞങ്ങളുടെ മാതാപിതാക്കൾ എവിടെയാണെന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയത്തില്ല, അത് സത്യമല്ലേ എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ മേരിക്ക് മറുപടി പറയാനായിട്ട് കഴിയുന്നില്ല. കാരണം അവൻ ഇത്തിരി ധൈര്യമുള്ള ചെറിയ പയ്യനാണെന്ന് തോന്നുന്നു. അപ്പോൾ ഹീറോ പെട്ടെന്ന് മോനെ നിന്റെ പേരെന്താണെന്ന് ചോദിക്കുമ്പോൾ ജോഷ് എന്ന് പറയും. അപ്പോൾ ഹീറോ അവനെ പറ്റി പറയും മോനെ എന്നെ പറ്റി നിനക്കറിയോ, എൻ്റെ അച്ഛനെ ഞാൻ അധികം നാളായിട്ട് കണ്ടിട്ടില്ല, ഇപ്പോൾ മരിക്കുന്നതിന് കുറച്ച് നാൾ മുന്നെയാണ് ഞാൻ കണ്ടത്. പക്ഷെ എൻ്റെ അച്ഛൻ മരിച്ചുപോയി, എൻ്റെ അമ്മ എൻ്റെ മകൻ ഇവരെല്ലാവരും എവിടെയാണെന്ന് പോലും എനിക്കറിയത്തില്ല. പക്ഷേ ഞാൻ നിങ്ങളെ സേഫായിട്ട് നിങ്ങളുടെ മാതാപിതാക്കളുടെ അടുത്തേക്ക് കൊണ്ടാക്കാനായിട്ടാണ് ഇപ്പോൾ ശ്രമിക്കുന്നത്. അങ്ങനെ നിങ്ങളെ സേഫായിട്ട് കൊണ്ടാക്കിയിട്ട് മാത്രമാണ് എനിക്ക് എൻ്റെ മകനെ കാണാൻ കഴിയുന്നത്. ഇപ്പോൾ നിന്റെ അവസ്ഥയാണ് എനിക്കും, അതുകൊണ്ട് നിങ്ങളെ സേഫായിട്ട് ഞാൻ കൊണ്ടാക്കുമെന്ന് പറഞ്ഞിട്ട് ബസ് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഇവരുടെ പോകുന്ന വഴിയിൽ ആ ഒരു പോസ്റ്റുകളുണ്ടല്ലോ, അതും ആ ഒരു ഇലക്ട്രിക് കമ്പികളെല്ലാം പൊട്ടി ഓരോന്നായിട്ട് റോഡിലേക്ക് വീഴാണ്. സത്യം പറയല്ലോ ഇതാണ് എന്നെ ഞെട്ടിച്ച ഒരു സീൻ എന്ന് പറഞ്ഞാൽ. കാരണം ആ ഒരു സമയത്ത് ഹീറോ വണ്ടി ഓടിച്ചിട്ട് പോകുന്ന ആ ഒരു സീൻ കാണണം. അവൻ ഒന്നിലും തട്ടാതെ അങ്ങനെ ബസ് വളച്ചും തിരിച്ചും ആ കുട്ടികൾ പേടിച്ച് നിലവിളിക്കുന്നുണ്ടെങ്കിലും അവൻ തിരിച്ചും മറിച്ചും ബസ് ഓടിച്ചിട്ട് ആ റോഡിൽ നിന്നും എങ്ങനെയെങ്കിലും മറ്റൊരു വഴി ഇങ്ങനെ കൊണ്ടുപോകുന്നുണ്ട്. അങ്ങനെ വന്നിട്ട് മറ്റൊരു റോഡിലേക്ക് ഇവർ വന്ന് നിൽക്കുന്നതും ഈ ഒരു സീൻ അങ്ങനെ കാണിക്കുന്നതും ദേ നോക്ക്, ഇതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, ഗ്രാഫിക്സ്, SFS, CGI ഇതെല്ലാം ഇവരെങ്ങനെ ചെയ്തു എന്ന് ഒരു ഐഡിയ ഇല്ല. അത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ തോന്നുന്നുണ്ടോ ഇതെല്ലാം CGI ആണെന്ന്? അതുപോലെയാണ് അവർ എടുത്തു വെച്ചിട്ടുള്ളത്. എന്തായാലും ഈ സിനിമ ഓസ്കാർ നോമിനേഷനിലേക്ക് പോയേ മതിയാവും, അതുപോലുള്ളൊരു മൂവി. അങ്ങനെ ഹീറോ നോക്കുമ്പോഴത്തേക്ക് രണ്ട് സൈഡിലും ട്രാഫിക്കാണ്. ഈ ബസ്സാണെങ്കിലും വലുതല്ലേ, രക്ഷപ്പെട്ട് പോകാനായിട്ട് ഏതെങ്കിലും ഒരു വഴി കണ്ടുപിടിച്ചേ മതിയാവുള്ളെന്നും പറഞ്ഞ് നമ്മുടെ മേരിയോട് അവൻ നോക്കാൻ പറയുന്നുണ്ട്. അങ്ങനെ രണ്ടുപേരും നോക്കുമ്പോഴത്തേക്കാണ് ഈ പ്രദേശത്ത് ഇത്രയും വലിയൊരു അപകടം നടക്കുന്നതിന്റെ ഇടയിൽ കൊള്ളക്കാരുണ്ടല്ലോ, അവന്മാരുണ്ട് തോക്ക് കാണിച്ചിട്ട് ബസ് വേണം, അതേപോലെ തന്നെ നിങ്ങളുടെ എല്ലാ കാര്യങ്ങൾ വേണമെന്നെല്ലാം പറഞ്ഞ് ഇവരെല്ലാവരെയും ഭീഷണിപ്പെടുത്തും. അതുകൊണ്ടും ഇവർക്ക് എന്തായാലും അവിടെ നിൽക്കാൻ കഴിയത്തില്ല. ഒരുത്തനാണെങ്കിൽ തോക്കും കൊണ്ട് ബസ്സിനടുത്തേക്ക് വന്ന് നിൽക്കുമ്പോഴത്തേക്കും ബസ്സിനകത്ത് കുട്ടികളിരിക്കുന്ന ഒന്നും ചെയ്യാനും കഴിയത്തില്ല. ഹീറോ ആണെങ്കിൽ ആ ഡോറിൽ ചവിട്ടി അവരെ അങ്ങ് തെറിപ്പിക്കും. അപ്പോഴേക്കാണ് നമ്മുടെ മേരി നോക്കുന്ന സമയത്ത് ഒരു വഴി ഇങ്ങനെ കാണുന്നുണ്ട്. അതുമല്ല ആ വഴി ക്ലോസ് ചെയ്യാൻ വേണ്ടി ഒരു JCB ഒരു കത്തിയ വണ്ടി അവിടേക്ക് കൊണ്ടിടാൻ പോവാണ്. അതിനു മുന്നേ ആ ഒരു വഴിയെ പോയേ മതിയാവൂ. ഹീറോ അപ്പോഴേ ഇവരോട് പറഞ്ഞിട്ട് പിടിച്ചിരുന്നതും പറഞ്ഞ് പെട്ടെന്ന് ബസ് സ്റ്റാർട്ട് ചെയ്ത് അവിടെ നിന്ന് വണ്ടി തിരിച്ചിട്ട് ഇവർ ആ ഒരു വഴി മൂടുന്നതിന് മുന്നേ തന്നെ ബസ് ആ വഴിയെ കൊണ്ടുപോകും. അതേസമയം ഇവിടെ റൂബി എന്ന് പറഞ്ഞിട്ട് ഹീറോയുടെ ബോസ് ഉണ്ടല്ലോ, അവർ ഈ സേഫ് ആയിട്ടുള്ള ആ ഒരു സ്ഥലത്തേക്ക് വരുമ്പോഴത്തേക്കും ബാക്കിയുള്ള എല്ലാ ബസ്സുകാരും അതേപോലെ തന്നെ അവരുടെ ഫാമിലി, കുട്ടികൾ എല്ലാവരും ഇവിടെ വന്നിട്ടുണ്ട്. ഇപ്പോൾ വരാനുള്ള ഒരേ ഒരു ബസ് നമ്മുടെ ഹീറോ ഓടിക്കുന്ന ആ ബസ്സും ആ കുട്ടികളും മാത്രമാണ്. അപ്പൊ ആ കുട്ടികളുടെ രക്ഷിതാക്കൾക്ക് ഒരു കുഴപ്പം സംഭവിച്ചിട്ടില്ല, അവരെല്ലാവരും സേഫായിട്ട് ഇവിടെ തന്നെയുണ്ട്. പക്ഷെ കുട്ടികളെ കാണുന്നില്ല. അവരെവിടെയെന്ന് ചോദിക്കുമ്പോൾ റൂബി പറയും അവരെല്ലാവരും സേഫായിട്ട് ഇവിടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്, നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല എന്നുള്ള ആ ഒരു ടെൻഷനും അവരോട് അതെല്ലാം പറഞ്ഞ് അവരെ പ്രതീക്ഷിച്ച് എല്ലാവരും ഇങ്ങനെ നിൽക്കുകയാണ്. ഇവിടെ നമ്മുടെ ഹീറോ കുട്ടികളായിട്ട് ഈ ബസ്സിൽ വന്നുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഇവർക്ക് ചുറ്റിനുള്ള കാര്യങ്ങളൊന്നും അധികം നല്ലതുപോലെ കാണാൻ കഴിയുന്നില്ല. അതുപോലെ ബസ്സിനകത്തേക്ക് ഇപ്പോൾ ആ പുക കയറുന്നു. കാരണം വേറെ ഒന്നല്ല, AC ഓൺ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഹീറോയോട് വന്നിട്ട് പറയും കുട്ടികൾക്ക് ഇത് ബുദ്ധിമുട്ടാണ്, പുക ഉള്ളിലേക്ക് കയറുന്നുണ്ട്, AC ഓഫ് ചെയ്യാൻ പറയുമ്പോൾ ഹീറോ പറയും AC ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ ചൂടാവും, അത് കുട്ടികൾക്ക് താങ്ങാൻ കഴിയത്തില്ല എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമുക്ക് ഇതല്ലാതെ വേറെ വഴിയില്ല എന്ന് പറയുന്നതും AC അങ്ങ് ഓഫ് ചെയ്യും. AC ഓഫ് ചെയ്യുമ്പോഴത്തേക്കും കുട്ടികൾക്ക് ഇപ്പോൾ വലിയ കുഴപ്പമില്ല, എന്നിരുന്നാലും ചൂടുണ്ടല്ലോ, അതാണ് താങ്ങാൻ കഴിയാത്തത്. അപ്പോൾ നമ്മുടെ ഹീറോയിനാണ് ഈ പേപ്പറെല്ലാം വെച്ചിട്ട് എല്ലാവർക്കും അതിന് വീഴ്ച കൊടുക്കുന്നു. ഈ കുട്ടികളോടും ആ കാര്യം ചെയ്യാൻ പറയുന്നുണ്ട്.
അങ്ങനെ അവസാനം നമ്മുടെ ഹീറോ നേരെ ചെല്ലുന്നത് ഒരു പാർക്കിനടുത്തേക്കാണ്. ഇപ്പൊ ഈ പാർക്കിന് പുറകിലൂടെ മറ്റൊരു എക്സിറ്റ് ഉണ്ട്. അതുവഴി ഇവർ പോയി കഴിഞ്ഞാൽ ഇപ്പൊ ഇവർ മിസ്സാക്കിയ ഒരു റോഡ്, നീൽ റോഡ് എന്നാണ് അതിന് പറയുന്നത്. അവിടേക്ക് ഇവർക്ക് ചെല്ലാൻ കഴിയും. അപ്പോൾ മാരി പറയും, ഓക്കെ ശരി, നമുക്ക് അങ്ങനെ തന്നെ ചെയ്യാം. അല്ല, നിനക്ക് എങ്ങനെ ഈ കാര്യം അറിയാമെന്ന് ചോദിക്കുമ്പോൾ, ഞാൻ കുട്ടിയായിരിക്കുന്ന സമയത്ത് കുറച്ച് നാള് ഈ പാർക്കിൽ ജോലി ചെയ്തിരുന്നു, അതുകൊണ്ട് എനിക്ക് അത് അറിയാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇവർ ആ വഴിയെ പോയിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കാണ് പെട്ടെന്ന് ഈ ബസ്സിനകത്തുള്ള ഒരു കുട്ടിക്ക് പെട്ടെന്ന് ശ്വാസം കിട്ടുന്നില്ല. അവൾ നല്ലതുപോലെ ഇങ്ങനെ ശ്വാസം എടുക്കുമ്പോഴത്തേക്കും ഹീറോയും വന്ന് സമാധാനപ്പെടുത്തും. അതുപോലെ അവൾക്ക് പോയി വെള്ളം ആവശ്യമുണ്ട്. ഇത് കാരണം ഹീറോ പെട്ടെന്ന് വണ്ടി നിർത്തി, ശരി ഞാൻ പോയി വെള്ളം എടുത്തുകൊണ്ട് വരാമെന്ന് പറയുമ്പോൾ മാരി പറയും, ഇല്ലില്ല, നീ എവിടെയും പോരുത്, നീ ബസ്സിൽ തന്നെ വേണം, അതുകൊണ്ട് കുട്ടികളുടെ ജീവനാണ് നമുക്കിപ്പോൾ വലുത്, നീ ഈ ബസ്സിൽ ആവശ്യമാണ് എന്നും പറഞ്ഞിട്ട് മേരി അത്രയും തീയും ചൂടും കാറ്റും ഇതിനിടയിൽ അവള് വെള്ളം കണ്ടുപിടിക്കാനായിട്ട് ആ ഒരു പാർക്കിനുള്ളിലേക്ക് ഇറങ്ങി ചെല്ലുകയാണ്. അങ്ങനെ ഹീറോയും പലയിടങ്ങളിലും നോക്കുന്നുണ്ട്, പക്ഷെ ഇവിടെയും വെള്ളം കിട്ടുന്നില്ല. അങ്ങനെ ഓരോ സ്ഥലത്ത് നോക്കി നോക്കി അവസാനം ഒരു വാനിനുള്ളിൽ വെള്ളം ഇരിക്കുന്ന അവൾ കാണുന്നുണ്ട്. അതുമല്ല ഈ സ്ഥലത്താണെങ്കിൽ വലിയ ഗ്യാസ് സിലിണ്ടറൊക്കെ ഉണ്ട്, ഇതും അവൾ കാണുന്നില്ല. അങ്ങനെ അവൾ എന്താ ചെയ്യുന്ന വെച്ചാല് ആ ഒരു വണ്ടിയുടെ ഗ്ലാസ് ഇടിച്ച് പൊട്ടിച്ച് ആ ഒരു വണ്ടി തുറന്ന് അതിനകത്തുള്ള ആ ഒരു വെള്ളവും കുപ്പിയെടുത്ത് വെളിയിലേക്ക് വരുമ്പോൾ ഇവൾ ഈ പുഴയ്ക്കുള്ളിലേക്ക് കയറിപ്പോയതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് അവരുടെ ടീച്ചറാണല്ലോ, ഇപ്പൊ ടീച്ചറിനെ കാണാനില്ല എന്ന് പറഞ്ഞ് എല്ലാവരും ഇങ്ങനെ നോക്കി നിൽക്കുന്നതും ഹീറോ പെട്ടെന്ന് വെളിയിലേക്ക് ഇറങ്ങി മേരി മേരി എന്ന് പറഞ്ഞിങ്ങനെ വിളിക്കുകയാണ്. വിളിക്കുന്ന സമയത്താണെങ്കിലോ ആ ഗ്യാസ് സിലിണ്ടർ അതങ്ങ് പൊട്ടിത്തെറിച്ചിട്ട് ഇപ്പൊ മേരീനെയും കാണാനില്ല. ഇവരാകെ പേടിച്ച് എന്ത് ചെയ്യണമെന്നറിയാൻ നിൽക്കുകയാണ്. കുട്ടികളും ഉണ്ട്, ഇപ്പൊ ഒരാളെ മിസ്സാവുകയും ചെയ്യും എന്നുള്ള പേടിയെ നിൽക്കുമ്പോൾ ഇപ്പൊ കാണിക്കുമ്പോൾ നമ്മുടെ മേരി അവിടേക്ക് വന്നിട്ടുണ്ട്. ഹീറോ ഓടിച്ചെന്ന് മേരിയെ പിടിച്ച് ബസ്സിനകത്തേക്ക് കൊണ്ടുവന്ന് എത്രയും പെട്ടെന്ന് ബസ് സ്റ്റാർട്ട് ചെയ്ത് അവിടെ നിന്ന് പോകുന്നതും ഇവർ ബസ് ഓടിക്കുന്ന എല്ലാ ഭാഗത്തും തീയാണ്. കുറച്ച് മുന്നിലേക്ക് പോകുമ്പോഴത്തേക്കും അവിടെ തീ, അപ്പോൾ റിവേഴ്സ് എടുക്കുന്നു. അത് കഴിഞ്ഞ് മറ്റൊരു ഭാഗത്തേക്ക് പോകുമ്പോഴത്തേക്കും അവിടെയും തീ പിടിച്ചിരിക്കുന്നു. അപ്പോഴും ഹീറോ റിവേഴ്സ് എടുക്കുന്നു. ഈ കുട്ടികൾ കരയുന്നുണ്ട്, തീ നല്ലതുപോലെ പിടിക്കുന്നു. ഇവരുടെ എക്സിറ്റ് കണ്ടുപിടിക്കണം. ആകെ ടെൻഷനായിട്ട് ഒരു വല്ലാത്ത അവസ്ഥയിൽ അവസാനം അവിടെയുള്ളൊരു ഈ തടി വെച്ചുണ്ടാക്കിയിട്ടുള്ള ഒരു മതിലുണ്ട്, അതെല്ലാം ഇടിച്ച് തകർത്തങ്ങ് പോവാണ്. കാരണം വേറെ വഴിയില്ല. ഇതേ സമയം ഇവിടെ റൂബിയുടെ അടുത്ത് കാണിക്കുമ്പോഴത്തേക്കും കുട്ടികളുടെ പേരൻസ് ഇപ്പൊ ഇവരോട് ദേഷ്യപ്പെട്ട് സംസാരിക്കുകയാണ്. മറ്റെല്ലാ കുട്ടികളും വന്നു, ഞങ്ങളുടെ കുട്ടികൾ എവിടെയെന്ന് പറഞ്ഞ് ചോദിക്കുമ്പോൾ റൂബി പറയും, നിങ്ങൾ ആരും പേടിക്കണ്ട, കുട്ടികളോടൊപ്പം മേരി എന്ന് പറഞ്ഞൊരു ടീച്ചറുണ്ട്, അതേപോലെ തന്നെ അവരെല്ലാവരെയും കെവിൻ എന്ന് പറഞ്ഞൊരു ഡ്രൈവർ ഇവിടേക്ക് കൊണ്ടുവരാണ്, നിങ്ങൾ ആരും പേടിക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് അവരെ സമാധാനപ്പെടുത്തുന്നു. അപ്പോൾ അവരാണെങ്കിലോ ഇത്രയും തീയുടെ ഇടയിൽ അവരെങ്ങനെ കൊണ്ടുവരും എന്നുള്ള പല ചോദ്യങ്ങളും പലയിടങ്ങളിൽ നിന്ന് വരുന്നുണ്ട്. ഇതെല്ലാം അവർ മാനേജ് ചെയ്യണം. അങ്ങനെ ഇവിടെ നമ്മുടെ ഹീറോയെ കാണിക്കുമ്പോൾ ആ ബസ് ഇപ്പോൾ ഈ പാർക്കിന് വെളിയിലൂടെ ഒരു വലിയ മലയുണ്ട്, അതിന് വശത്തൂടെയാണ് കൊണ്ടുപോയേണ്ടത്. അതുകൊണ്ട് നോക്കി പതിയെ വേണം വണ്ടി ഓടിക്കാനായിട്ട്. അങ്ങനെ ഓടിച്ചുകൊണ്ട് പോകുന്ന സമയത്ത് എതിർവശത്ത് നിന്ന് കുറച്ചാളുകൾ കൂട്ടമായിട്ട് ഇങ്ങനെ വരുന്നു, അതും തീ പിടിച്ച് നിൽക്കുന്ന ആ വശത്തേക്ക് പോകാനായിട്ട്. അപ്പോൾ ഹീറോ അവരോട് ചോദിക്കുക, അല്ല നിങ്ങളെങ്ങോട്ടാ പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ അവർ പറയും, ഞങ്ങൾ ഈ വശത്തേക്കാണ് പോകുന്നതെന്ന് പറയുമ്പോൾ ഹീറോ പറയുമില്ല, അവിടേക്ക് നിങ്ങൾക്ക് പോകാൻ കഴിയത്തില്ല, കാരണം അവിടെ നല്ലതുപോലെ തീ പിടിച്ചിരിക്കുകയാണ്, നിങ്ങളെ കൊണ്ട് കഴിയത്തില്ല എന്ന് പറയുമ്പോൾ അവർ പറയും, അല്ല നിങ്ങളെങ്ങോട്ടാ പോകുന്നത്, നിങ്ങൾ പോകുന്ന വശത്തേക്ക് നല്ല രീതിയിൽ തീ പിടിച്ചിട്ടുണ്ട്, ഒരിക്കലും നിങ്ങൾ അങ്ങോട്ട് പോകുന്നത് സാധ്യമായിട്ടുള്ള കാര്യമില്ല എന്ന് പറയുമ്പോൾ ഹീറോ പറയും, ശരി അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇവിടെ വെയിറ്റ് ചെയ്യും, ഒരിക്കലും അങ്ങോട്ട് പോരുതെന്ന് പറയുന്നതും അവരത് കേൾക്കത്തില്ല. അവർ പറയും, ഞങ്ങൾ നോക്കിക്കോളാം, ഞങ്ങൾ എന്തായാലും അങ്ങോട്ട് പോകാണെന്ന് പറയുന്നതും ഹീറോ പറയും, ശരി നിങ്ങൾ തന്നെ നോക്കിക്കോ എന്ന് പറഞ്ഞിട്ട് ഇവരിപ്പോൾ ബസ് കുറച്ച് മുന്നിലേക്ക് കൊണ്ടുവന്ന് അവിടെ വണ്ടി നിർത്തിയിട്ട് ഹീറോ പറയും, ശരി ഞാനൊന്ന് നോക്കിയിട്ട് വരാമെന്ന് പറഞ്ഞ് അവൻ ബസ്സിൽ നിന്നിറങ്ങി കുറച്ച് ഉയരമുള്ള ഭാഗത്ത് നിന്നും ഇവർക്ക് പോകേണ്ട ആ ഒരു സ്ഥലമുണ്ടല്ലോ അവിടേക്ക് നോക്കുമ്പോൾ ആ സ്ഥലം മുഴുവനായിട്ട് തീ പിടിച്ച് നടക്കാണ്. ഒരു കാരണവശാലും ഇവർക്ക് ബസ് അനക്കാൻ പോലും കഴിയത്തില്ല. അങ്ങനെ ഹീറോ ബസ്സിലേക്ക് തിരിച്ചു വന്നിട്ട് ബസ് ഇപ്പോൾ ഓഫാക്കി ബസ്സിനകത്തിരിക്കുകയാണ്. അപ്പോഴാണ് ഹീറോ ചോദിക്കുന്നത്, അല്ല എന്തു പറ്റി? ഇല്ല, നമ്മളിപ്പോൾ അങ്ങോട്ട് പോകുന്ന ആ ഒരു സ്ഥലം മുഴുവനായിട്ട് തീ പിടിച്ചിരിക്കുകയാണ്, നമുക്ക് ഒരു കാരണവശാലും അങ്ങോട്ട് പോകാൻ കഴിയത്തില്ല, അതുകൊണ്ട് തീ അധികമായിട്ട് പിടിക്കാത്ത ഒരേ ഒരു സ്ഥലം ഇത് മാത്രമാണ്, നമുക്ക് ഇവിടെ തന്നെ വെയിറ്റ് ചെയ്യാം, ഇപ്പോൾ നമ്മളെല്ലാവരും ജീവനോടെ തന്നെയുണ്ട്, അവിടേക്ക് പോയി കഴിഞ്ഞാൽ എന്താണ് നമ്മുടെ അവസ്ഥയെന്ന് പോലെ എനിക്ക് അറിയത്തില്ല എന്ന് പറയുന്നതും ഇപ്പോൾ കുട്ടികളും പേടിച്ചിട്ട്, അല്ല എന്തു പറ്റി, ബസ് എന്താ എടുക്കാതെ എന്നെല്ലാം ചോദിച്ച് ഓരോരുത്തരായിട്ട് ഇങ്ങനെ കരയാൻ തുടങ്ങുന്നു, പേടിക്കാൻ തുടങ്ങുന്നു. അപ്പോൾ നമ്മുടെ മേരി എല്ലാവരും സമാധാനപ്പെടുത്തിയിട്ട്, ഓക്കെ നിങ്ങൾ ആരും ബസ്സിന്റെ ജനാലയുടെ അടുത്തേക്ക് ചെല്ലരുത്, കാരണം നല്ല ചൂടായിട്ടിരിക്കുകയാണ്, അവിടേക്ക് ആരും തൊടരുത്, എല്ലാവരും കുറച്ച് സെന്ററിലേക്ക് വന്നിരിക്കും എന്നെല്ലാം പറഞ്ഞ് അവരെ സമാധാനപ്പെടുത്തി ഇവരെല്ലാവരും ആ ഒരു ബസ് ഓഫ് ചെയ്തിട്ട് അവിടെ തന്നെ ഇരിക്കും. കാരണം വേറെ ഒന്നല്ല, ഇപ്പോൾ ഇവരെ രക്ഷിക്കാനായിട്ട് വേറെ ആരും വരാതെ ഇവർക്ക് ഇവിടെ നിന്ന് പോകാനായിട്ട് കഴിയത്തില്ല, അവരുടെ എല്ലാവരുടെയും പ്രതീക്ഷ നഷ്ടപ്പെട്ടു എന്നുള്ളൊരു അവസ്ഥയായി. അങ്ങനെ കുറെ നേരം എല്ലാവരും അങ്ങനെ തന്നെ ഇരിക്കുമ്പോൾ നമ്മുടെ ഹീറോ ഇപ്പോൾ അവന്റെ ടീഷർട്ടിലെ ചെറിയ ഭാഗങ്ങൾ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാണ്. അല്ല ഇതെന്താ ഇങ്ങനെ ചെയ്യുന്നത് ചോദിക്കുമ്പോഴത്തേക്കും, ഇല്ല വെളിയിൽ നിന്ന് വരുന്ന ആ ഒരു കാറ്റ് ശ്വസിച്ചു കഴിഞ്ഞാൽ കുട്ടികൾക്ക് അത് എന്തായാലും ദോഷമായിരിക്കും, അതുകൊണ്ട് ഇപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ തുണിയെല്ലാം വെള്ളത്തിൽ ഇങ്ങനെ മുക്കിയിട്ട് അത് ഈ കുട്ടികളുടെ വായിലും മുക്കിലും വെച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇവർ ശ്വസിക്കുന്ന ആ ഒരു കാറ്റുണ്ടല്ലോ അത് ഫിൽറ്റർ ചെയ്തിട്ടായിരിക്കും എടുക്കുന്നത്, അതുകൊണ്ട് വലിയ പ്രശ്നം ഉണ്ടാകത്തില്ല. അപ്പൊ അതുപോലെ ചെയ്യാൻ പറയുമ്പോൾ നമ്മുടെ മേരി ഹീറോയിനുണ്ടല്ലോ അവളും അതുപോലെ തന്നെ ആ ഒരു തുണിയെല്ലാം വെട്ടി കുട്ടികളോട് അതുപോലെ തന്നെ ചെയ്യാൻ പറയാണ്. അങ്ങനെ ഇവിടെ ഇതെല്ലാം നടക്കുമ്പോഴത്തേക്കും ആ ഒരു ചീഫ് ഓഫീസർ ഉണ്ടല്ലോ അയാളെ കൊണ്ട് എന്തായാലും ഇനി ഒന്നും കഴിയാത്തൊരവസ്ഥയായി പോയി, കാരണം നിയന്ത്രിക്കാൻ പറ്റാത്ത രീതിയിലാണ് കാട്ടുതീ പടർന്നു പിടിക്കുന്നത്. ഇനി ഇവരെ കൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. ഇപ്പൊ ഇവരെ കൊണ്ട് കഴിയുന്ന എല്ലാവരെയും രക്ഷപ്പെടുത്തി
അവർക്കുള്ള ചികിത്സയും കാര്യങ്ങളും ചെയ്യാൻ തന്നെ ആളില്ല. അതുകൊണ്ട് ഇനി ഈ തീ അണയ്ക്കുന്നെന്ന് പറഞ്ഞ് നിന്ന് കഴിഞ്ഞാൽ ബാക്കിയുള്ളവരെ നമുക്ക് രക്ഷിക്കാൻ കഴിയത്തില്ല. അതുകൊണ്ട് തീ അണയ്ക്കുന്ന കാര്യം നിർത്തിവെച്ചിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ പോവാണെന്ന് പറയുന്നത്. ഇവിടെ ചുറ്റിനും തീ പിടിച്ചത് കൊണ്ട് തന്നെ ഹീറോയും കുട്ടികളിരിക്കുന്ന ആ ഒരു ബസ് ഉണ്ടല്ലോ, അത് പതിയെ പതിയെ ചൂടാവാൻ തുടങ്ങാണ്. ഇപ്പൊ ഇത്രയും വലുതായിട്ടുള്ള ഇവർക്ക് തന്നെ അത് സഹിക്കാൻ കഴിയുന്നില്ല. അപ്പൊ കുട്ടികളുടെ അവസ്ഥ എന്താണെന്ന് നോക്കണം. അപ്പൊ അവരെല്ലാവരും ചോദിക്കും, നമ്മളെന്താ ഇവിടെ തന്നെ നിൽക്കുന്നേ, നമ്മളുടെ അച്ഛനും അമ്മയും ഒന്നും കാണത്തില്ലേ, നമ്മളെല്ലാവരും ഇവിടെ മരിക്കാൻ പോവാണോ എന്നുള്ള പല ചോദ്യങ്ങളും വരുമ്പോൾ ഹീറോ അവരോട് പറയും, നിങ്ങൾ ആരും പേടിക്കേണ്ട ആവശ്യമില്ല, നിങ്ങളെല്ലാവരും നിങ്ങളുടെ പേരൻസിന്റെ അടുത്തേക്ക് ഞാൻ എത്തിക്കും. അങ്ങനെ ഇവർ രണ്ടുപേരും കുട്ടികളോട് ആ കാര്യങ്ങളെല്ലാം പറഞ്ഞ് ഇപ്പോൾ ഹീറോയിൻ അവളുടെ മകനെ പറ്റി ഇങ്ങനെ ആലോചിച്ച് നോക്കുന്നുണ്ട്. ഹീറോ ആണെങ്കിലോ അവന്റെ ജീവിതത്തിൽ നടന്ന ഒരു കാര്യത്തെപ്പറ്റി പറയാണ്. അവനൊരു 16 വയസ്സുള്ളപ്പോൾ അവന്റെ അച്ഛനുമായിട്ട് അവൻ അധികം അങ്ങനെ അടുപ്പമല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ എന്തോ ഒരു കാര്യം വരുമ്പോഴത്തേക്കും അവന്റെ അച്ഛൻ അവനോട് പറഞ്ഞൊരു കാര്യമാണ്, ഇങ്ങനെ ജീവിക്കുന്നതിനെക്കാട്ടി നീയൊക്കെ മരിക്കുന്നതാണ് നല്ലത് എന്നുള്ളൊരു കാര്യം പറഞ്ഞതിന് ശേഷം ഹീറോ ഇത്ര വർഷം അവന്റെ അച്ഛനോട് സംസാരിച്ചിട്ടില്ലായിരുന്നു. കാരണം അത്ര ഈഗോ ആയിട്ടുള്ളൊരു അവസ്ഥയായിരുന്നു. അങ്ങനെ ഇത്രയും വർഷം കഴിഞ്ഞിട്ടാണ് അവന്റെ അമ്മ വിളിച്ചിട്ട് പറയുന്നത്, ഇതുപോലെ നിന്റെ അച്ഛന് ഒട്ടും വയ്യ, ക്യാൻസർ ആണ്, ഇനി അധികകാലം ജീവിക്കത്തില്ല, അതുകൊണ്ട് നീ എന്തായാലും നിന്റെ അച്ഛനോട് മിണ്ടണമെന്ന് പറയുമ്പോൾ ഹീറോയ്ക്ക് അത്രയും വിഷമം. കാരണം ഇത്രയും കാലം തന്റെ അച്ഛനോട് മിണ്ടത്തില്ല എന്നുണ്ടെങ്കിലും അവന്റെ അച്ഛൻ ജീവനോടെ ഉണ്ടായിരുന്നു എന്നുള്ളൊരു സമാധാനങ്ങളുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. അതുകൊണ്ട് തന്നെ തന്റെ അച്ഛനോട് മിണ്ടാന്ന് പറഞ്ഞിട്ട് രാത്രിയോ പകലെന്നോ നോക്കാതെ അപ്പൊ തന്നെ കാറും എടുത്ത് അവന്റെ അച്ഛന്റെ അടുത്തേക്ക് പോയിരുന്നു. പക്ഷേ അവൻ ചെല്ലുന്നതിന് മുന്നേ തന്നെ അവന്റെ അച്ഛൻ മരിക്കുകയാണ് ചെയ്തത്. ആ കാര്യങ്ങളെല്ലാം ഹീറോ ആലോചിച്ചിട്ട് വിഷമിക്കുന്നുണ്ട്. കാരണം ഒരു മകനായിട്ട് തന്റെ അച്ഛൻ മരിക്കുന്നതിന് മുന്നേ പോലും അവന്റെ അച്ഛനെ ഒന്ന് കാണാൻ പോലും അവനെ കൊണ്ട് കഴിഞ്ഞിരുന്നില്ല. ഇപ്പോ താനൊരു അച്ഛനാണ്, തന്റെ മകന് വയ്യാതിരിക്കുന്ന ഒരവസ്ഥയിൽ അപ്പോഴും അവന് പോകാൻ കഴിയത്തില്ല. ഈ രണ്ട് രീതിയിലും ഹീറോ ഒരുപാട് വിഷമിക്കുന്നുണ്ട്. ഒരച്ഛനായിട്ട് ഞാൻ തോറ്റു, ഒരു മകനായിട്ട് ഞാൻ തോറ്റു. അപ്പോൾ ഇതെല്ലാം കേട്ട ഹീറോയിനാണ് അവനെ സമാധാനപ്പെടുത്തുന്നത്. അപ്പോഴാണ് ബസ്സിനകത്തുള്ള ഒരു കുട്ടി പെട്ടെന്ന് കുറച്ച് ദൂരേക്ക് നോക്കിയിട്ട് ഇതേ അവിടേക്ക് നോക്കൂ തീ എന്നിങ്ങനെ പറയുന്നതും ഇവർ നിൽക്കുന്ന ആ ഒരു ബസ്സിന് ചുറ്റുമായിട്ടും സ്പോട്ടായിട്ട് തീ ഇങ്ങനെ പിടിക്കുകയാണ്. ഇത് കാണുന്ന ഹീറോയിനും പെട്ടെന്ന് ഈ ഫയർ എക്സ്റ്റിംഗ്വിഷർ ഉണ്ടല്ലോ അതും കൊണ്ട് വെളിയിലേക്ക് ഇറങ്ങി ആ തീയെല്ലാം അണയ്ക്കുന്നുണ്ട്. അങ്ങനെ കുറേ നേരം അണച്ചു നിൽക്കുമ്പോഴത്തേക്ക് ഇവരെ കൊണ്ട് കഴിയുന്നില്ല. കാരണം ഓരോ മരങ്ങളിലായിട്ട് തീ പിടിച്ച് അതിപ്പോ മറിഞ്ഞു വീഴാൻ തുടങ്ങുന്നു. ഇപ്പൊ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഈ മരങ്ങളെല്ലാം കൂടി ബസ്സിന്റെ മുകളിലേക്ക് വന്ന് വീഴും. അതോടെ എല്ലാം കഴിഞ്ഞു. അതുകൊണ്ട് അധികം നേരം ഇവിടെ നിൽക്കാൻ കഴിയത്തില്ല എന്ന് പറഞ്ഞിട്ട് ഹീറോയിനെ പിടിച്ച് അകത്തേക്ക് കയറ്റി. ഹീറോ ഇപ്പോൾ ബസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അടുത്ത ഒരു പ്രശ്നം, ബസ് സ്റ്റാർട്ട് ആവുന്നില്ല. അങ്ങനെ ട്രൈ ചെയ്ത് നോക്കുന്നു, ബസ് സ്റ്റാർട്ട് ആവുന്നില്ല. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അപ്പോൾ ഹീറോയിനോട് പറയും, ശരി ഞാൻ മുന്നിൽ പോയി നോക്കാം, നീ എന്തെങ്കിലും ട്രൈ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ഹീറോ പെട്ടെന്ന് ബസ്സിന്റെ മുന്നിലേക്ക് വന്ന് ആ ഒരു ഭാഗം തുറന്ന് ഉള്ളിലേക്ക് നോക്കുമ്പോൾ എഞ്ചിൻ ഭാഗമെല്ലാം നല്ല പഴുത്ത് ചൂടായിട്ടിരിക്കുകയാണ്, കൈയെല്ലാം പൊള്ളും. അവിടെ എന്തോ ഒരു കാര്യം ചെയ്യണം. അങ്ങനെ പൊള്ളിയാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് ഹീറോ അങ്ങനെ അത് പിടിച്ച് ശരിയാക്കുന്നതും ഇപ്പോൾ ബസ് സ്റ്റാർട്ട് ആവുന്നുണ്ട്. ഹീറോയുടെ കൈയാണെങ്കിലും നല്ലതുപോലെ പൊള്ളിപ്പോയി. അങ്ങനെ ബസ് സ്റ്റാർട്ട് ചെയ്ത് അതും അടച്ചു വെച്ച് നേരെ ബസ്സിനകത്തേക്ക് കയറിയിട്ട് ഇപ്പോൾ ബസ് അവിടെ നിന്ന് നല്ല വേഗതയിൽ വെളിയിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. അങ്ങനെ ബസ് സ്റ്റാർട്ട് ചെയ്ത് എവിടെ നിർത്തത്തില്ല, നല്ല വേഗതയിൽ തന്നെ പോവാണ്. കാരണം മുന്നിലെ തീയുണ്ട്, അതെല്ലാം ഇടിച്ച് മാറ്റി. കാരണം ഇനി അധികം നേരം ഇവിടെ നിന്ന് കഴിഞ്ഞാൽ വേറെ വഴിയില്ല. ഇപ്പൊ മരിക്കണോ വേണ്ടയോ ആ ഒരു ചിന്തയായിരിക്കും അവരുടെ ഉള്ളില്. അതുപോലെ തന്നെ ബസ് നല്ല വേഗത്തിൽ ഓടിച്ച് സത്യം പറയാലോ ഈ സീൻ ഒരു ഏരിയൽ ഷോട്ടിൽ നിന്ന് നമുക്ക് കാണിച്ചു തരും. അതിലൂടെ തന്നെ നമുക്ക് മനസ്സിലാവും എത്രത്തോളം ഭീകരതയിലാണ് ഈ ഒരു സീൻ തന്നെ കാണിച്ചിട്ടുള്ളതെന്ന്. മരങ്ങളും വീഴാറായിട്ട് ആ റോഡ് മുഴുവനായിട്ട് തീ പിടിച്ച് നിൽക്കുകയാണ്. രണ്ട് സൈഡിലും ഒരു സ്ഥലം പോലും തീ പിടിക്കാതില്ല. ബസ് അങ്ങനെ ഓടിച്ച് ഇപ്പൊ കുട്ടികളെ നമ്മുടെ ഹീറോയിൻ അങ്ങനെ പിടിച്ചു വെച്ചേക്കുന്നു. ഹീറോയ്ക്ക് എങ്ങോട്ട് പോകണമെന്ന് അറിയത്തില്ല. ഉള്ള വഴിയുണ്ടല്ലോ ആ വഴിയെ തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോ തീ എവിടം വരെ അവസാനിച്ചിട്ടുണ്ടെന്ന് ഒരു പിടിയുമില്ല. ബസ് അങ്ങനെ നിർത്താതെ പോകുന്നു, അത് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഓടിച്ചോടിച്ച് അവസാനം വലിയൊരു പുകക്കൂട്ടുണ്ട്, അതിനുള്ളിലേക്ക് കയറി പോകുന്നതും ഒന്നും കാണാൻ കഴിയുന്നില്ല മുന്നിലത്തെ. എല്ലാവരും അങ്ങനെ തന്നെ ആ കുട്ടികൾ എല്ലാവരും പേടിച്ചങ്ങനെ ഇരിക്കുന്നതും പെട്ടെന്ന് കാണിക്കുമ്പോ എന്റെ മോനെ ഒരു ചൂടിനകത്ത് കയറിയിരുന്ന് തണുത്ത കാറ്റ് ശരീരത്തിൽ അടിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും നിങ്ങളത് ഫീൽ ചെയ്ത് നോക്ക്. അതുപോലെ ഇവരുടെ ആ ഒരു ബസ് ആ ഒരു തീയും പുകയുള്ള സ്ഥലത്ത് നിന്നും വെളിയിലേക്ക് ഇറങ്ങുന്നതും അയ്യോ ഒരു കൊടൂര ചൂടിൽ നിന്നും വെളിയിലേക്ക് തണുത്ത കാറ്റ് കൊണ്ട് ഇറങ്ങിയാൽ എങ്ങനെ ഉണ്ടാവും അതേ ഒരു ഫീലിംഗ് ആണ് കാണുന്നത്. നമുക്ക് പോലും അത് ഫീൽ ചെയ്യുമെന്ന് വെച്ചാല് നിങ്ങൾ ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ മതി, അതൊന്ന് ഫീൽ ചെയ്ത് നോക്ക്. അങ്ങനെ ആ ബസ്സിനകത്തുള്ള കുട്ടികളായാലും ഇപ്പൊ ആശ്വാസമായി, ആർക്കും ഒരു കുഴപ്പമില്ല, എല്ലാവരും സേഫ് ആയിട്ട് വെളിയിലേക്ക് വന്നിട്ടുണ്ട്. അങ്ങനെ എല്ലാവരും സേഫ് ആയിട്ട് വന്നിരിക്കുന്ന ആ ഒരു സ്ഥലം ഉണ്ടല്ലോ അവിടെ കാണിക്കുമ്പോൾ എല്ലാവരുടെയും പ്രതീക്ഷ നഷ്ടപ്പെട്ടിങ്ങനെ ഇരിക്കുകയാണല്ലോ. പെട്ടെന്ന് ഈ ഒരു ബസ് അവിടേക്ക് വരുന്നതും കുട്ടികളുടെ പേരൻസ് എല്ലാം ഓടി അവിടേക്ക് വന്ന് കുട്ടികളെല്ലാവരും താഴേക്ക് ഇറക്കി. ഒരു കുഴപ്പമില്ല. റൂബി എന്ന് പറഞ്ഞാൽ ആ ലേഡിക്കാണെങ്കിൽ അത്രയും സന്തോഷം. ഹീറോയെ കണ്ടിട്ട് അവനോട് നന്ദിയെല്ലാം പറയുന്നുണ്ട്. ഇപ്പൊ കുട്ടികളെല്ലാവരും സേഫായിട്ട് കൊണ്ടുവന്നതുകൊണ്ട് നമ്മുടെ ഹീറോയിൻ അവളോട് എല്ലാവരും ടാങ്ക്സ് എല്ലാം പറയാണ്. പക്ഷെ ഇത്രയും കാര്യങ്ങൾ ചെയ്തത് നമ്മുടെ ഹീറോ ആണ്. അങ്ങനെ എല്ലാവരെയും താഴേക്ക് ഇറക്കിയിട്ട് ഹീറോയിൻ ഇപ്പോൾ ഓടി വന്ന് ഹീറോയെ കെട്ടിപ്പിടിക്കും. കാരണം അറിയാലോ ഇനി പറയേണ്ട ആവശ്യമില്ല. അങ്ങനെ ഹീറോ ബസ്സിനകത്ത് തന്നെ ഇരിക്കുന്നു. ഇപ്പൊ തന്റെ കുടുംബത്തിന് എന്ത് സംഭവിച്ചെന്ന് അറിയത്തില്ലല്ലോ. കാണിക്കുമ്പോഴത്തേക്ക് നമ്മുടെ ഹീറോയിന്റെ ഫാമിലിക്ക് ഒരു കുഴപ്പമില്ല, അവരെല്ലാവരും സേഫാണ്. റൂബി ഇപ്പോൾ താഴേക്ക് ഇറങ്ങിയ ഹീറോയെ കണ്ടിട്ട് നിന്നെ ഓർത്ത് എനിക്ക് ഒരുപാട് അഭിമാനമുണ്ട് എന്നിങ്ങനെ പറയുന്നുണ്ട്. ഇതിന് മുന്നേ എങ്ങനെയാണ് ഹീറോയെ പറഞ്ഞിരുന്നത്, വഴക്ക് പറയുമായിരുന്നു. പക്ഷെ ഇപ്പോ അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഹീറോ നേരെ
തന്റെ അമ്മേനെയും മകനെയും അവിടെ എല്ലാം നോക്കുകയാണ്. ഓരോ സ്ഥലത്ത് നോക്കിയിട്ട് ആരെയും കാണുന്നില്ല. അങ്ങനെ ഒരു ലേഡിയുടെ അടുത്തേക്ക് ചെന്നിട്ട് അവരുടെ പേര് പറഞ്ഞു നോക്കുമ്പോഴത്തേക്കും അങ്ങനെ ഒരാൾ ഇവിടെ ഇല്ലാന്ന് പറയും. പെട്ടെന്നാണ് അവിടെ നോക്കുമ്പോൾ ഹീറോയുടെ അമ്മ അവിടെ ഇരിപ്പുണ്ട്. അവർക്കൊരു കുഴപ്പമില്ല. ഓടി ചെന്നിട്ട് അമ്മ എങ്ങനെ ഇവിടെ വന്നു ചോദിക്കുമ്പോൾ നമ്മുടെ അയൽക്കാരനല്ലേ, അയാളാണ് എന്നെ ഇവിടേക്ക് കൊണ്ടുവന്നത്, എനിക്കൊരു കുഴപ്പമില്ല എന്ന് പറയുന്നതും. അല്ല അവനെവിടെ, മകനെവിടെയെന്ന് ചോദിക്കുമ്പോൾ ആ അമ്മ പറയും ഏയ് അവനൊരു കുഴപ്പമില്ല, കാരണം അവന്റെ അമ്മ വന്ന് അവനെ കൂട്ടിക്കൊണ്ടുപോയി, അവനിപ്പോ സേഫ് ആണെന്ന് പറയുന്നതും. അപ്പോഴാണ് ഹീറോയ്ക്ക് ആശ്വാസമാവുന്നത്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് 1-2 ദിവസങ്ങൾക്ക് ശേഷം ഈ ഒരു തീയെല്ലാം അണഞ്ഞ് ഈ പ്രദേശം മുഴുവനായിട്ട് കത്തി നശിച്ചതിനു ശേഷം ഹീറോ നേരെ അവന്റെ വീട്ടിലേക്ക് വരികയാണ്. അവിടെ വന്ന് നോക്കുമ്പോഴത്തേക്കും അവരുടെ എത്ര വർഷത്തെ സമ്പാദ്യമായിരിക്കും ഈ വീട്, സ്ഥലം, ഈ കാര്യങ്ങളെല്ലാം അതെല്ലാം കത്തി നശിച്ച് ഇങ്ങനെ കിടക്കുമ്പോഴത്തേക്കും അവർക്ക് അത് എങ്ങനെ സഹിക്കുമെന്ന് അറിയത്തില്ല. ഇത് 2018 റിയലായിട്ട് സംഭവിച്ചൊരു കാര്യം കൂടിയാണ്. ഇവിടെ പ്രളയം, ഉരുൾപൊട്ടല് ഇതെല്ലാം വരുന്നത് പോലെ തന്നെയാണ് ഈ ഒരു തീ അപകടവും. അങ്ങനെ അവിടെ ഹീറോ തന്റെ വീടെല്ലാം നോക്കി നിൽക്കുമ്പോൾ പുറകിലൊരു കാർ വന്ന് നിൽക്കുന്നു. അതിനകത്ത് നിന്ന് അവന്റെ മകൻ ഇങ്ങനെ ഓടി വന്നിട്ട് ഹീറോയെ കെട്ടിപ്പിടിക്കുകയാണ്. എന്താന്ന് വെച്ചാല് ഹീറോയുടെ ഭാര്യ ഉണ്ടല്ലോ, അവളാണ് അവനെ കൊണ്ടുവന്നിട്ടുള്ളത്. അതോടെ ഈ മൂവിയും ഇവിടെ വെച്ച് അവസാനിക്കുന്നു. അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. പിന്നെ യഥാർത്ഥത്തില് ഈ ഒരു തീപിടുത്തം സംഭവിക്കാൻ കാരണം ആ ഇലക്ട്രിക് ലൈനിൽ നിന്നുണ്ടായ ഷോർട്ട് സർക്യൂട്ട് ആണല്ലോ. അതുകൊണ്ട് തന്നെ ആ ഒരു കമ്പനിയിൽ നിന്നും എത്രയോ കോടി നഷ്ടപരിഹാരം ഗവൺമെന്റ് വാങ്ങിച്ചു. ഇതിൽ യഥാർത്ഥം നടന്ന ആ ഒരു തീപിടുത്തത്തില് 87 ആളുകൾ മരണപ്പെടുകയാണ് ചെയ്തത്. ബാക്കിയുള്ള എല്ലാവരെയും അവർ രക്ഷപ്പെടുത്തി. കാരണം അത്രയും സെക്യൂരിറ്റി സംവിധാനങ്ങൾ ഉള്ളതുകൊണ്ടാണ് അവരെ അത്രയും പെട്ടെന്ന് അവിടെ നിന്ന് രക്ഷപ്പെടുത്താൻ കഴിഞ്ഞത്. അപ്പൊ എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു മൂവി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. അടുത്തൊരു നല്ല മൂവിയായിട്ട് ഉടനെ തന്നെ വരാം. അതുവരെയ്ക്കും ബൈ.